കർത്താവിൽ പ്രസിദ്ധനായ വില്യം ബാർക്ലേ അദ്ദേഹം ഏറ്റുപറച്ചിലിനെ കുറിച്ച് 3 കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. എഴുതുന്നവരെഴുതിക്കണം. നിങ്ങളുടെ മനസ്സിലും നിങ്ങളുടെ ഹൃദയത്തിലും ആദ്യമായിട്ട് ഇത് പറയുന്ന കാര്യങ്ങൾ ഗ്രഹിക്കണം. ഗ്രഹിച്ചതിന് ശേഷം നിങ്ങൾക്ക് കുറിച്ചെടുക്കാം എന്നാണ് ഞാൻ ഓർപ്പിക്കുന്നത്. അപ്പോൾ ഏറ്റുപറച്ചിലുമായി ബന്ധപ്പെട്ട് വില്യം ബാർക്ലേ അദ്ദേഹം വലിയൊരു വേദപണ്ഡിതനാണ്. ബൈബിൾ കമന്ററി ഒക്കെ എഴുതിയിട്ടുള്ള പ്രസിദ്ധനായ ഒരു ദൈവദാസനാണ്. വില്യം ബാർക്ലേ പറയുന്നത് ദൈവത്തിങ്കിലേക്ക് തിരിഞ്ഞു വരുന്ന ഏതൊരു വ്യക്തിയും ഏറ്റുപറയുന്നതിനെ കുറിച്ച് അദ്ദേഹം ഓർപ്പിക്കുന്നത് 3 വിധത്തിൽ ഏറ്റുപറയണമെന്നുള്ളതാണ്. അതിൽ ഒന്ന്, ഒരുവനോട് തന്നെ ഏറ്റുപറയണം എന്നുള്ളതാണ്. അതായത് സംഭവിച്ചിട്ടുള്ള വീഴ്ചകൾ ആകട്ടെ, പാപമാകട്ടെ, ജീവിതവുമായി ബന്ധപ്പെട്ട് ദൈവഹിതത്തിന് വിരുദ്ധമായി ചെയ്തിട്ടുണ്ടെങ്കിൽ വില്യം ബാർക്ലേ ഓർപ്പിക്കുന്നത് ഒരുവനോട് തന്നെ ഏറ്റുപറയണമെന്നാണ്. നമുക്കതിന് പുതിയ നിയമത്തിൽ ഒരു ഉദാഹരണം നൽകുകയാണെങ്കിൽ നമുക്കറിയാം. ലൂക്കോസ് 15 ധൂർത്തപുത്രൻ, മുടിയനായ പുത്രൻ എന്നും പറയും. അതായിരിക്കും ഏറ്റവും കൂടുതൽ ആളുകൾ അറിയപ്പെടുന്നതും ഇഷ്ടപ്പെടുന്നതുമായ പദപ്രയോഗം. എന്തുമായിക്കൊള്ളട്ടെ, രണ്ടാമത് അദ്ദേഹം പറയുന്നത് മറ്റുള്ളവരോട് ചെയ്തിട്ടുള്ള തെറ്റുകളെ ഏറ്റുപറയണം എന്നുള്ളതാണ്. അതും പ്രധാനമായ ഒന്നാണ്. മറ്റ് ഏതെങ്കിലും വ്യക്തികളോട് ചെയ്തു പോയ തെറ്റുകൾ ഓർക്കുന്നുണ്ടെങ്കിൽ, ഓർമ്മ വരുന്നുണ്ടെങ്കിൽ തീർച്ചയായും അവരോട് ഏറ്റുപറയണം എന്നാണ് ബാർക്ലേ ഓർപ്പിക്കുന്നത്. മൂന്നാമത്തെ ഏറ്റുപറച്ചിൽ ദൈവത്തോടുള്ള ഏറ്റുപറച്ചിലാണ്. ദൈവസന്നിധിയിൽ വിനയപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ ജീവിതത്തിൻ്റെ സ്വാർത്ഥതയെ എല്ലാം മാറ്റിവെച്ച് അഥവാ ഏറ്റുപറയാൻ തുടങ്ങുമ്പോൾ അതിൻ്റെ അവസാനം എന്ന് പറയുന്നത് ക്ഷമാപണത്തിൻ്റെ, ക്ഷമ പ്രാപിച്ചതിൻ്റെ അവസാനമായി നമുക്കതിനെ മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ ഏറ്റുപറച്ചിൽ ബാർക്ലേയുടെ ചിന്തയിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ 3 വിധമാണ്. എഴുതിയെടുത്തായിരുന്നു. റൈറ്റ്. ഒന്ന് പറഞ്ഞാൽ ഒന്ന് വായിച്ചാട്ട്, നിങ്ങൾ എഴുതിയിട്ടുണ്ടെങ്കിൽ വായിച്ചാട്ട്. ഒരുവനോട് തന്നെ ഏറ്റുപറയണം. 2, മറ്റുള്ളവരോട് ചെയ്തിട്ടുള്ള തെറ്റ് ഏറ്റുപറയണം. ദൈവത്തോടുള്ള ഏറ്റുപറച്ചിൽ. ആ ഏറ്റുപറച്ചിലിന്റെ അവസാനം എന്താണ്? ക്ഷമ പ്രാപിച്ച ഒരു ശ്രേഷ്ഠമായ അനുഭവത്തിലേക്ക് വരും. അങ്ങനെയെങ്കിൽ സ്വർഗത്തിൽ നാം എത്തുമ്പോൾ, സ്വർഗത്തിൽ എത്തുന്ന ആളുകളുടെ അല്ലെങ്കിൽ ആ മഹാകൂട്ടത്തിൻ്റെ
പ്രത്യേകത എന്താ? സ്വർഗത്തിലേക്ക് ചെല്ലുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് എന്താ? ക്ഷമ പ്രാപിച്ചവരുടെ ഒരു കൂട്ടമാണ്. ക്ഷമ, പാപക്ഷമ. യേശു ക്രിസ്തുവിന്റെ രക്തത്താൽ കഴുകൽ പ്രാപിച്ച് ഏറ്റുപറച്ചിലൂടെ ഒരു വ്യക്തി കടന്നു പോകുമ്പോൾ ഓർത്തോണം, അങ്ങനെയുള്ളവരുടെ സംഘമാണ് സ്വർഗത്തിൽ ഉള്ളത്. പാപക്ഷമ പ്രാപിച്ച ദൈവമക്കളുടെ ഒരു കൂട്ടമാണ്. അങ്ങനെയെങ്കിൽ ഈ സന്ധ്യാവേള ഞാൻ ചോദിക്കട്ടെ, ഈ മഹത്തായ അനുഭവത്തിലേക്ക് നാം ഓരോരുത്തരും വന്നെത്തിയിട്ടുണ്ടോ? എത്തിയിട്ടില്ല എങ്കിൽ ആ അനുഭവത്തിലേക്ക് വരാൻ പരിശുദ്ധാത്മാവ് ഈ രാത്രി ഓർപ്പിക്കുകയാണ്. അതുപോലെ മറ്റൊരു പ്രധാനമായ കാര്യം യോഹന്നാൻ സ്നാപകനെ കുറിച്ച് ഈ അധ്യായത്തിൽ പറയുന്നുണ്ട്. ഒന്ന് രണ്ട് കാര്യങ്ങൾ വേഗത്തിലാണ് പറഞ്ഞു പോകുന്നത്. പ്രാർത്ഥനയോടുകൂടെ നിങ്ങൾ ഇരിക്കുകയും കുറിക്കുന്ന ആളുകൾ പ്രാർത്ഥനയോട് വളരെ വേഗത്തിൽ കുറിച്ചെടുക്കുകയും ചെയ്തോണം. എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. ഇനി നമ്മൾ ചിന്തിക്കാൻ പോകുന്നത് യോഹന്നാൻ സ്നാപകനെ കുറിച്ചാണ്. 1-ാം അധ്യായം 5 മുതൽ 8 വരെയുള്ള വാക്യങ്ങളാണ്. യോഹന്നാൻ 1:6 കാണുന്നുണ്ട്. മത്തായി 11-ാം അധ്യായം 11ഉം 12ഉം വാക്യങ്ങളിൽ കാണാം. അതുപോലെ തന്നെ ലൂക്കോസ് 1-ാം അധ്യായം 15-ാം വാക്യത്തിലും ജോൺ ദ ബാപ്റ്റിസ്റ്റിനെ കുറിച്ച് രേഖപ്പെടുത്തിയിട്ടുണ്ട്. റൈറ്റ്? മത്തായി 11-ാം അധ്യായം 11ഉം 12ഉം വാക്യങ്ങൾ, യോഹന്നാൻ സുവിശേഷമാണ് 1-ാം അധ്യായം 6-ാം വാക്യം, ലൂക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായം 15-ാം വാക്യമാണ്. നമുക്കതിൽ മർക്കോസിലേക്ക് വരാം. 1-ാം അധ്യായം 5 മുതൽ 8 വരെയുള്ള വാക്യങ്ങൾ വായിച്ചു കേൾപ്പിക്കും. എല്ലാവരും പ്രാർത്ഥനയോടെ ബൈബിൾ കൈവശമുള്ളവരെ നോക്കിയാട്ടെ. അവന്റെ അടുക്കൽ യഹൂദി ദേശമൊക്കെയും യെരൂശലേമ്യർ എല്ലാവരും വന്ന് പാപങ്ങളെ ഏറ്റുപറഞ്ഞ് യോർദാൻ നദിയിൽ അവനാൽ സ്നാനം കഴിഞ്ഞു. യോഹന്നാനോ ഒട്ടകരോമം കൊണ്ടുള്ള ഉടുപ്പും അരയിൽ തോൽവാരം ധരിച്ചും വെട്ടുക്കിളിയും കാട്ടുതേനും ഉപജീവിച്ചും പോന്നു. എന്നിലും ബലമേറിയവൻ എന്റെ പിന്നാലെ വരുന്നു, അവന്റെ ചെരുപ്പിന്റെ വാറ് കുനിഞ്ഞഴിപ്പാൻ ഞാൻ യോഗ്യനല്ല. ഞാൻ നിങ്ങളെ വെള്ളത്തിൽ സ്നാനം കഴിപ്പിക്കുന്നു, അവനോ നിങ്ങളെ പരിശുദ്ധാത്മാവിൽ സ്നാനം കഴിപ്പിക്കും എന്ന് അവൻ പ്രസംഗിച്ചു പറഞ്ഞു. 8 വരെയുള്ള വാക്യങ്ങൾ വായിച്ചായിരുന്നോ? ശരി, താങ്ക് യു. നമുക്കതിലേക്ക് ഒന്ന് വരാം. എല്ലാവരും ശ്രദ്ധ, പ്രാർത്ഥനയോടിരിക്കണം. ഈ യോഹന്നാൻ സ്നാപകനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ നമുക്ക് ഒരു തലവാചകം കൊടുക്കാം. മഹാദൗത്യത്തിനായി വിളിക്കപ്പെട്ട യോഹന്നാൻ, അങ്ങനെ നമുക്ക് പറയാം. എന്താണ്? ഒന്നുകൂടെ പറയണം. താങ്ക് യു. മഹാദൗത്യത്തിനായി വിളിക്കപ്പെട്ട യോഹന്നാൻ, മഹാദൗത്യത്തിനായി വിളിക്കപ്പെട്ട യോഹന്നാൻ. അപ്പൊ നമുക്ക് യോഹന്നാൻ സ്നാപകനെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ നമുക്കൊരു ഒരു ഹെഡ്ലൈൻ കൊടുക്കാം, ഒരു ടൈറ്റിൽ കൊടുക്കാം. എന്താണ്? മഹാദൗത്യത്തിനു വേണ്ടി വിളിക്കപ്പെട്ട യോഹന്നാൻ എന്ന് പറയാം. അതിൽ 4 കാര്യങ്ങളാണ് ചിന്തിക്കുന്നത്. അതിലേത് കാര്യം? എത്ര കാര്യമാ? 4 കാര്യങ്ങൾ. ഒന്ന്, യോഹന്നാൻ എന്ന വ്യക്തി, യോഹന്നാൻ. 2, യോഹന്നാനും മരുഭൂമിയും. 3, യോഹന്നാന്റെ വേഷം.
യോഹന്നാന്റെ വേഷം. 4 യോഹന്നാന്റെ ആഹാരക്രമം. മഹാദൗത്യത്തിനു വേണ്ടി വിളിക്കപ്പെട്ട യോഹന്നാൻ. ഏതൊക്കെ കാര്യമാ? 1 യോഹന്നാൻ എന്ന വ്യക്തി. രണ്ടാമത്തെ കാര്യം ഏതാ? എന്ത്? യോഹന്നാനും മരുഭൂമിയും. 3 യോഹന്നാന്റെ വേഷം. 4 യോഹന്നാന്റെ ആഹാരക്രമം. ഈ 4 കാര്യങ്ങൾ നാം ചിന്തിച്ചു കഴിയുമ്പോൾ യോഹന്നാനെ കുറിച്ച് നല്ല ഒരു ചിത്രം നമുക്ക് ലഭിക്കും. ലൂക്കോസ് 1:15 കൂടെ വായിച്ചാട്ടെ. വായിക്കാം. ലൂക്കോസ് 1-ാം വാക്യം. അവൻ കർത്താവിന്റെ സന്നിധിയിൽ വലിയവനാകും, വീഞ്ഞും മദ്യവും കുടിക്കുകയില്ല. മതി. യോഹന്നാനെ കുറിച്ച് പറയുന്ന ഒരു വലിയ പ്രസ്താവനയാണത്. എന്താണ്? യോഹന്നാൻ സ്നാപകൻ കർത്താവിന്റെ സന്നിധിയിൽ വലിയവനാകും, ദൈവസന്നിധിയിൽ വലിയവനാകും. അതേ വാക്യമാണ് മത്തായി 11:12 പറയുന്നത്. അതോടൊന്ന് വായിച്ച ഒരല്പ വ്യത്യാസമുണ്ട് അവിടെ. 11-ാം അധ്യായം 11-12 വാക്യം. സ്ത്രീകളിൽ നിന്ന് ജനിച്ചവരിൽ യോഹന്നാൻ സ്നാപകനേക്കാൾ വലിയവൻ ആരും എഴുന്നേറ്റിട്ടില്ല. സ്ത്രീകളിൽ നിന്നും ജനിച്ചവരിൽ യോഹന്നാൻ സ്നാപകനേക്കാൾ വലിയവൻ ആരും എഴുന്നേറ്റിട്ടില്ല. അപ്പൊ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞപ്പോൾ വാക്യങ്ങൾ വായിച്ചു കഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലായി. അപ്പൊ യോഹന്നാൻ ആരാണ്? ഒറ്റ വാക്കിൽ ദൈവത്തിന്റെ വചനം സാക്ഷ്യപ്പെടുത്തുന്നു. യോഹന്നാൻ ആര്? വലിയവൻ. അല്ലേ? നമ്മളൊന്ന് ഓർത്ത് നോക്കിക്കേ. യേശു ഇത് പറയാതെയോ ബൈബിൾ ഇത് രേഖപ്പെടുത്തുകയോ ചെയ്തിരുന്നില്ലെങ്കിൽ നമുക്ക് യോഹന്നാനെ കുറിച്ച് പറഞ്ഞിട്ടുള്ള കാര്യം ഈ വിധത്തിൽ വിശ്വസിക്കുന്നതിന് സാങ്കേതികമായ തടസ്സമുണ്ടാകാം, അല്ലേ? അല്ലെങ്കിൽ നമുക്ക് അവിശ്വാസം ഉണ്ടാകാം. എന്നാൽ യാതൊരു അവിശ്വാസത്തിനും സംശയത്തിനും ഇടയാകാതെ വണ്ണം യോഹന്നാൻ വലിയവൻ തന്നെ എന്ന് നമ്മൾ വിശ്വസിക്കാൻ കാരണം എന്താണ്? ജീസസ് സെഡ്, ബൈബിൾ സെഡ്. യേശു അങ്ങനെ പറഞ്ഞിരിക്കുന്നു, ദൈവവചനം അങ്ങനെ പറഞ്ഞിരിക്കുന്നു. അപ്പോൾ ദൈവവചനം യോഹന്നാനെ കുറിച്ച് ഈ മഹത്തായ പ്രസ്താവന എങ്ങനെ? കർത്താവിന്റെ സന്നിധിയിൽ വലിയവനാകും എന്ന് നാം വിശ്വസിക്കുവാനുള്ള കാരണം മറ്റൊന്നുമല്ല, യേശു തന്നെ ഈ കാര്യം പറഞ്ഞിരിക്കുന്നു, അല്ലേ? കർത്താവ് തന്നെ ഈ കാര്യം പറഞ്ഞിരിക്കുന്നു. രണ്ടാമത്തെ കാര്യം എന്താണ്? ബൈബിൾ രേഖപ്പെടുത്തിയിരിക്കുന്നു. ഓക്കെ, അപ്പോൾ നമ്മളതിലേക്ക് വരും. അപ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് ഞാൻ ഒരു ചിത്രം കൊണ്ടുവന്നുള്ളൂ. രണ്ടാമത്തെ പോയിന്റ് എന്താണ് നമ്മൾ പറഞ്ഞത്? യോഹന്നാനും മരുഭൂമിയും. യോഹന്നാൻ ആരാണ് യോഹന്നാൻ? ആ വഴിയൊരു ആരുടെ മകനാണ്? റൈറ്റ്, അതാ ഞാൻ ഉദ്ദേശിച്ചത്. ആ മറ്റു ഉത്തരം ശരിയാ, റൈറ്റാ, 100% റൈറ്റാ കേട്ടോ. അപ്പൊ ഞാൻ നിങ്ങളെ കൺഫ്യൂഷൻ ആക്കുന്നില്ല.
സ്വാഭാവികമായിട്ടും പുരോഹിതന്റെ മകനാണെങ്കിൽ എന്ത് ചെയ്യാം? പുരോഹിതനാകാം, അല്ലേ? അവിടെ പറയുന്നത് ഏത് കൂറാണെന്നാ പറയുന്നത്? അബ്രഹാമിന്റെ കൂറല്ല. അബ്രഹാമിന്റെ കൂറല്ല. എട്ടാമത്തെ പറഞ്ഞാട്ടെ, സുജിയൊക്കെ പറഞ്ഞാട്ടെ, ബൈബിൾ വായിക്കണം. അബിയാക്കൂറ് എന്ന് പറഞ്ഞാൽ ഈ പുരോഹിത കുലത്തെ വിഭജിച്ചിരിക്കുന്നതാ. അങ്ങനെ ഓരോ പേരിൽ അത്രയും ചിന്തിച്ചാൽ മതി. അതൊക്കെ പറയാൻ പോയ ഒത്തിരി സമയം പോവും, നമുക്ക് ടൈം കിട്ടത്തില്ല. എത്ര കൂറുകളുണ്ടെന്നറിയാമോ? അറിയത്തില്ല. 24 കൂറുകളാണ്. അതിലാണ് അബിയാക്കൂർ എട്ടാമത്തെ കൂറിലാണ്. തീർച്ചയായും ഈ യോഹന്നാൻ ആരാകണം? പാസ്റ്ററിന്റെ മകൻ അല്ലേ? പാസ്റ്റർ ആകണമോ? ഒരു ചോദ്യമാണ്. അച്ഛന്റെ മകൻ അച്ഛൻ ആകണമോ? പോലീസുകാരന്റെ മകൻ, കള്ളന്റെ മകൻ, അതൊക്കെ ഉണ്ട്. നമ്മൾ അങ്ങനെ പറയാൻ പോയാൽ വേറെ ഒന്നും ഞാൻ തിരഞ്ഞെടുക്കുക. എൻ്റെ അപ്പനാരാ, എൻ്റെ പിതാവ് ആരാ? കള്ളനാ. അതുകൊണ്ട് എനിക്കിഷ്ടം കള്ളപ്പണി അതല്ല. പക്ഷേ യോഹന്നാനെ ദൈവാത്മാ പറഞ്ഞു കേട്ടോ, വോയിസ് ഓഫ് ദ ഡെസേർട്ട്, മരുഭൂമിയിലെ ശബ്ദമെന്ന. എങ്ങനെ വിളിക്കുന്നത്? യോഹന്നാനെ വിളിക്കുന്നത് എങ്ങനെയാ? മരുഭൂമിയിലെ ശബ്ദമാണ്. അപ്പൊ മരുഭൂമിയിലെ ശബ്ദമായിട്ടാണ് യോഹന്നാൻ സ്നാപകൻ ആഗതനാകുന്നത്, പ്രത്യക്ഷപ്പെടുന്നത്. നിങ്ങൾ വായിച്ചിട്ടുണ്ട് അല്ലേ? മരുഭൂമിയിൽ വിളിച്ചു പറയുന്ന എൻ്റെ ശബ്ദമാവിത്. അപ്പൊ യോഹന്നാൻ ആരാ? യോഹന്നാൻ മരുഭൂമിയിലെ ശബ്ദമാണ്. അപ്പോൾ യോഹന്നാൻ സ്നാപകന്റെ, അതോ യോഹന്നാനിന്റെ പാർപ്പിടവും, എന്താ പാർപ്പിടം? വാസസ്ഥലം. കർമ്മമണ്ഡലവും, എന്താ കർമ്മമണ്ഡലം? പ്രവർത്തന മണ്ഡലം, അല്ലേ? അപ്പൊ യോഹന്നാൻ സ്നാപകന്റെ പാർപ്പിടവും അല്ലെങ്കിൽ വാസവും, വാസം ചെയ്തതും ജീവിച്ചതും പ്രവർത്തിച്ച കർമ്മമണ്ഡലം എല്ലാം എന്താണെന്നാണ്? മരുഭൂമി ആകുന്നു എന്നുള്ളതാണ്. എന്നാൽ അവിടെ ഒരു വലിയ ചോദ്യമുണ്ട്. എത്ര പേരങ്ങനെ ചിന്തിച്ചിട്ടുണ്ട് എന്ന് എനിക്കറിയാൻ കഴിയുന്നില്ല. നിങ്ങൾ ചിന്തിക്കണം, ബൈബിളൊക്കെ വായിക്കാൻ വേണ്ടി ചിന്തിക്കണം. ഈ യോഹന്നാൻ സ്നാപകൻ മരുഭൂമിയുടെ ശബ്ദമായി മാറാൻ, അല്ലെങ്കിൽ മരുപ്രദേശത്തേക്ക് വരാൻ കാരണം എന്താ? ചിന്തിച്ചിട്ടുണ്ടോ? ഇല്ല. നമ്മൾ ധാരാളം പ്രസംഗങ്ങൾ കേൾക്കുന്നുണ്ട് അല്ലേ? യോഹന്നാൻ സ്നാപകന് മരുഭൂമിയിൽ വന്നു, വിളിച്ചു പറഞ്ഞു, മണലാരണ്യമായിരുന്നു, ചുട്ടുപഴുത്ത മണലായിരുന്നു അല്ലേ? അവിടെ ദൈവശബ്ദമായി മാറി എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ എപ്പോഴെങ്കിലും നമ്മൾ ചോദിച്ചിട്ടുണ്ടോ, എങ്ങനെയാണ് യോഹന്നാൻ സ്നാപകൻ തൻ്റെ പാർപ്പിടം, കർമ്മമണ്ഡലം മരുഭൂമിയാക്കി മാറ്റിയതെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? ഞാനും ചിന്തിച്ചിട്ടുണ്ട്. എന്നാൽ ഇതിനെക്കുറിച്ച് ഞാൻ മനസ്സിലാക്കിയത്, യഹൂദന്മാരുടെ ഇടയിൽ ഒരു ട്രഡീഷനായ ഒരു കഥയുണ്ട്, സ്റ്റോറിയുണ്ട്. അതിൻ്റെ യാഥാർത്ഥ്യം നമുക്ക് എന്താന്ന് പറയാൻ ഒക്കത്തില്ല. യഹൂദന്മാരുടെ ഇടയിലുള്ള യഹൂദ സമൂഹത്തെക്കുറിച്ചുള്ള സ്റ്റോറികളാണ്. നമ്മൾ ബൈബിൾ സെമിനാരികളിലൊക്കെ പഠിക്കുന്ന സമയത്ത് അതിൻ്റെ ഈ വിധത്തിലുള്ള ഒരുപാട് ചിന്തകൾ നമുക്ക് വായിച്ച് മനസ്സിലാക്കാനായിട്ട് കഴിയും. അങ്ങനെ ഞാൻ വായിച്ചതാണ്. മരുഭൂമിയിൽ ഈ യോഹന്നാൻ സ്നാപകൻ എങ്ങനെയാണ് വന്നത്? അത് യഹൂദന്മാര് വളരെ ഉറപ്പായി വിശ്വസിക്കുന്ന ഒരു പാരമ്പര്യ കഥയാണ്. അതെന്താ ചോദിച്ചാൽ,
മഹാനായ ഹേരോദാവ്, നമുക്കറിയാം, കുഞ്ഞുങ്ങളെയൊക്കെ കൊല്ലുവാനായിട്ട് കൽപ്പന പുറപ്പെട്ടു വെച്ചു. എത്ര വയസ്സിന് താഴെയാ? 4 2 വയസ്സിന് താഴെയുള്ള കുഞ്ഞുങ്ങളെ കൊന്നുകളയണം എന്ന് മഹാനായ ഹേരോദാവ് പ്രഖ്യാപിച്ചു, വിളംബരം ചെയ്തു, പ്രസ്താവിച്ചു. ആ സമയം യേശുവും യോഹന്നാനും തമ്മിൽ കസിൻസ് ആണ്. നിങ്ങൾക്ക് അതറിയാമെന്ന് എനിക്ക് തോന്നുന്നു. ഏതാണ്ട് 6 മാസത്തെ വ്യത്യാസമേ ഉള്ളൂ. അവര് വിശ്വസിക്കുന്നൊരു കഥയാണ്. സക്കറിയാവും എലിസബത്തും കൂടെ ഈ കുഞ്ഞിനെ വഹിച്ചുകൊണ്ട് യെരൂശലേമിലുള്ള ദേവാലയത്തെ ലക്ഷ്യമാക്കി ഓടുകയാണ്. എന്താ കാര്യം? 2 വയസ്സിന് താഴെയുള്ള കുഞ്ഞുങ്ങളെ എല്ലാം കൊന്നുകളയണമെന്ന് കൽപ്പന. അപ്പോൾ ഈ സക്കറിയാവും എലിസബത്തും ഈ കുഞ്ഞിനെ കയ്യിലെന്തിക്കൊണ്ട് ജീവരക്ഷാർത്ഥം, പ്രാണാർത്ഥം രക്ഷപ്പെടേണ്ടതിന്, അഭയമുണ്ടാകേണ്ടതിന് യെരൂശലേം ദേവാലയത്തെ ലക്ഷ്യമാക്കി ഓടിയെന്നാണ്. ആ പോകുന്ന വേളയിൽ ഹേരോദിയ പടയാളികൾ എന്ന് പറഞ്ഞാൽ ഹേരോദാവിന്റെ പോരാളികളുമായി ഈ സക്കറിയാവും എലിസബത്തും ഒക്കെ ഏറ്റുമുട്ടിയെന്നും തൽക്ഷണം സക്കറിയാവ് കൊല്ലപ്പെട്ടു. എന്താ സംഭവിച്ചവിടെ? സക്കറിയാവ് കൊല്ലപ്പെട്ടു. അപ്പോൾ സംഭവിച്ചത് മറ്റൊന്നാണ്. ആ കടുത്ത പോരാട്ടത്തിൽ, ആ വെല്ലുവിളിയിൽ സക്കറിയാവ് ക്ഷണത്തിൽ മരിച്ചപ്പോൾ എലിസബത്ത് ഈ കുഞ്ഞിനെ വഹിച്ചുകൊണ്ട് അടുത്ത യോർദാന്റെ വൻകാട്ടിലേക്ക് ഓടി മറഞ്ഞു എന്നാണ് അവർ പറയുന്നത്, അവർ വിശ്വസിക്കുന്നത്. ആ വനാന്തരത്തിലേക്ക് രക്ഷപ്പെടാൻ ഈ എലിസബത്ത് യോഹന്നാനെയും എടുത്തുകൊണ്ട് ഓടി ആ കാട്ടിനകത്ത് ചെന്നപ്പോൾ ആകസ്മികമായിട്ട് എലിസബത്തിന് നേരിട്ട കഠിനമായ ജ്വരം, ആ പനി ബാധിച്ച് എലിസബത്ത് മരിക്കുകയും യോഹന്നാൻ ഏകനായി മാറുകയും ചെയ്തു. അങ്ങനെയാണ് യോർദാൻ അരികെയുള്ള മരുപ്രദേശങ്ങളിൽ ഒറ്റപ്പെട്ട് യോഹന്നാൻ മരുഭൂമിയിലെത്തിയത് എന്നാണ് അവർ വിശ്വസിക്കുന്നത്. അപ്പൊ യോഹന്നാൻ മരുഭൂമിയിൽ എത്തിയതിനെ കുറിച്ച് വേറെ ഒന്നും ഞാൻ വായിച്ചിട്ടില്ല. യഹൂദന്മാരുടെ ഇടയിലുള്ള ഈ പ്രബലമായി അവർ വിശ്വസിക്കുന്ന കാര്യമാണ് ഞാൻ വായിച്ചിട്ടുള്ളത്. ഇനി കഥ എന്തുമായിക്കൊള്ളട്ടെ, ഈ സ്റ്റോറി എന്തുമായിക്കൊള്ളട്ടെ, നാം ഒന്ന് ചിന്തിക്കുമ്പോൾ ഒരു പക്ഷേ യോഹന്നാൻ മരുഭൂമിയിലേക്ക് വരാനുള്ള കാലവും മരുഭൂമിയെ തൻ്റെ പാർപ്പിടമാക്കിയും കർമ്മമണ്ഡലമാക്കി മാറ്റുവാനുമുള്ള സാഹചര്യം എന്ത് കഥ അതിൻ്റെ പിറകിൽ പ്രചരിച്ചാലും യോഹന്നാൻ മരുഭൂമിയിലായിരുന്നു, മരുഭൂമിയുടെ ശബ്ദമായി. കിട്ടിയോ? ഇതിനു മുമ്പ് നിങ്ങൾ കേട്ടിട്ടുണ്ടോ ഇത്? ഇല്ല. താങ്ക് യു. അതിനാണ് നമ്മൾ പഠിക്കുന്നത്. അതിനാണ് നമ്മൾ എല്ലാ വ്യാഴാഴ്ചയും 7 മണിയാകാൻ നോക്കിയിരിക്കുന്നത്. ഇതൊക്കെ പഠിക്കാൻ വേണ്ടിയാ. സ്തോത്രം. പഠിക്കാത്തവനും എന്തും പറയാം, ആ നിലവാരത്തിലേ പറയുള്ളൂ എന്ന് മാത്രമേ. ഇപ്പം അതിനെക്കുറിച്ച് ഞാൻ പറയുന്നില്ല. ഇതൊക്കെ നമ്മൾ പഠിക്കണം. ദൈവവചനം നമ്മൾ നന്നായി പഠിക്കണം. ഇനി മൂന്നാമത്തെ പരമപ്രധാനമായ കാര്യം യോഹന്നാന്റെ വേഷമാണ്, അല്ലേ? ഞാൻ പറഞ്ഞല്ലോ,
യോഹന്നാന്റെ വേഷം. അപ്പം മനസ്സിലിരിക്കണം, എങ്ങനെയാണ് യോഹന്നാൻ മരുഭൂമിയിൽ എത്തിയത്? മനസ്സിലായോ? സഹോദരന്മാർക്ക് മനസ്സിലായോ? ദേവദാസന്മാർക്ക് മനസ്സിലായോ? സഹോദരിമാർക്ക്, നമ്മുടെ കുഞ്ഞുങ്ങൾക്കൊക്കെ മനസ്സിലായോ? ഓ, മനസ്സിലായി. നിങ്ങളുടെ മുഖം കണ്ടപ്പോൾ ഏതോ മനസ്സിലായതായിട്ട് എനിക്ക് തോന്നുന്നത്. സ്തോത്രം. പൂർണ്ണമായി മനസ്സിലായിട്ട് എനിക്ക് തോന്നുന്നില്ല, ഏതോ ഒക്കെ മനസ്സിലായി എന്ന് തോന്നുന്നു. ഇനി യോഹന്നാന്റെ വേഷം നോക്കിക്കേ, എന്തോ പറയുന്നത്? ഒട്ടക രോമം കൊണ്ടുള്ള ഉടുപ്പും അരയിൽ തോൽ വാറും ആ ധരിച്ച ഒരു പരുക്കനായ മനുഷ്യൻ. ആരാ? പരുക്കനായ മനുഷ്യൻ. ഭക്ഷണം വിചിത്രമാണ്. വെട്ടിക്കിളിയും കാട്ടുതേനും ഭക്ഷിച്ച് ഭുജിച്ച് ജീവിച്ചു. അപ്പം ഒരു ഒട്ടകത്തിന്റെ തോലുണ്ടെങ്കിൽ ജീവകാലം മുഴുവനും ഇത് ചെയ്യാം, അല്ലേ? സ്തോത്രം. അതും ഗുണമായി, അതൊക്കെ ഗുണമായി. ഇപ്പോഴൊക്കെ ഡ്രസ്സ് വാങ്ങിച്ചോണം, ബഡ്ജറ്റിൽ ഡ്രസ്സിൻ്റെ ഒക്കെ വില കുറച്ചിരിക്കുകയാണ്, തുണിത്തരങ്ങളെല്ലാം കുറച്ചിരിക്കുക. ഇപ്പം നാളെ മുതൽ വാങ്ങിച്ചോ, എപ്പോഴത് മാറ്റം വരുന്ന അറിയാൻ ഒക്കത്തില്ല കേട്ടോ. ആ, പിന്നെ ഈ ഒട്ടകത്തെ ആരെ കൊന്നു എന്ന് നിന്നോട് ചോദിച്ചാൽ എനിക്കറിയത്തില്ല. യോഹന്നാൻ തന്നെയാണോ കൊന്നത്? ഏത് ഒട്ടകമാണ്, ഏത് ഇനത്തിൽപ്പെട്ട ഒട്ടകമാണെന്നൊന്നും എനിക്കറിഞ്ഞുകൂടാ. ചിലർക്ക് യാഥാർത്ഥ്യം വേണ്ട, ഇത്തരത്തിലുള്ള കാര്യത്തെ പിടിച്ചു തൂങ്ങും, കടിച്ചു തൂങ്ങും. ആരാ ഒട്ടകത്തെ പിടിച്ചത്? ആരാ? ആ, അതെ, അങ്ങനെയൊക്കെ ചോദിച്ചു കളയും, അല്ലേ? പക്ഷേ നമുക്ക് കാര്യം മനസ്സിലാക്കാം. എന്താണ് ഈ യോഹന്നാൻ വളർന്ന സാഹചര്യം നോക്കുമ്പോൾ? എവിടെയാണ്? മരുഭൂമിയിൽ, അല്ലേ? മരുഭൂമിയിൽ വന്ന കാര്യമൊക്കെ ഓർമ്മയുണ്ടല്ലോ. അപ്പം നമുക്ക് ചിന്തയ്ക്ക് ശരിയായിരിക്കാം. എന്താണ്? ഒട്ടകരോമം കൊണ്ടുള്ള, അല്ലേ, ഉടുപ്പും ബെൽറ്റൊക്കെ മറന്നു പോയില്ല കേട്ടോ. ബെൽറ്റ് ഉണ്ട്. എന്തുവാ? തോൽ വാറുകൊണ്ടുള്ള ബെൽറ്റ്. പിന്നെ ഭക്ഷണവും മറന്നില്ല. എന്തുവാ? കാട്ടുതേനും വെട്ടിക്കിളിയും ഒക്കെയാണ് കഴിച്ചത്. അപ്പൊ ഈ യോഹന്നാൻ ധരിച്ച വേഷത്തോട് സമാനതയുള്ള ഒരു പഴയ നിയമ പ്രവാചകനുണ്ട്. പേര് പറയാമോ? മോശയോ? അല്ല, യെശയ്യാവ് അങ്ങനെ ഒരു വേഷമാണോ ധരിച്ചേ? അതെ, ഏലിയാവാണ്. എഴുതിക്കോ, അതൊക്കെ എഴുതിക്കോണം. എന്താണ്? ആ യോഹന്നാൻ സ്നാപകന്റെ വേഷവിധാനത്തോട് സമാനതയുള്ള വേഷം ധരിച്ചത് ഏലിയാവാണ്. 2 രാജാവ് 1-ാം അധ്യായം 8-ാം വാക്യം വായിക്കേണ്ട, ഓർമ്മയിലിരുന്നാൽ മതി. അതെ, അപ്പോൾ ഈ ഒട്ടകരോമം കൊണ്ടുള്ള ഉടുപ്പും തോൽവാറും ആണ് ധരിച്ചത്. വേഷമായി യോഹന്നാൻ ഉപയോഗിച്ചതിൽ നിന്നും എന്താണ്? 2 രാജ 1-ാം അധ്യായം 8-ാം വാക്യം. ഒട്ടകരോമം കൊണ്ടുള്ള വസ്ത്രവും അരയിൽ തോൽവാറുമാണ് ഉപയോഗിച്ചതെങ്കിൽ നമുക്ക് എന്ത് മനസ്സിലാക്കാം? അതിൽ നിന്ന് എന്ത് മനസ്സിലാക്കാം? എന്ത് മനസ്സിലാക്കാം? മനസ്സിലായ കാര്യം പറഞ്ഞാട്ടെ. അയ്യോ, നിങ്ങൾ ആദ്യമായിട്ട് കേൾക്കുകയാണ് ഈ ഒട്ടകരോമവും തോലും മരുഭൂമിയിൽ. അതെ, എന്ന് പറഞ്ഞാൽ കൈ കൊണ്ട് അഥവാ സ്വന്തം വീട്ടിൽ നെയ്തെടുത്ത വസ്ത്രം യോഹന്നാൻ ധരിച്ചിട്ടില്ല. അതാണ് അതിനർത്ഥം. അതുപോലെ തന്നെ സുഖലോലുപത ഇന്നത്തെ ജീവിത രീതികളിൽ നിന്നും, വാഗ്മികളിൽ നിന്നും, തത്വജ്ഞാനികളിൽ നിന്നും
അതുപോലെ പുരാതന കാലത്തുള്ള പ്രവാചകവര്യന്മാരിൽ നിന്നുമൊക്കെ വ്യത്യസ്തമായി ലാളിത്യ മനോഭാവത്തോടുകൂടെ ലളിതമായ വേഷം ധരിച്ചുകൊണ്ടുള്ള ജീവിതം നയിച്ചു എന്നാണ് നമുക്ക് ഈ വേഷത്തിൽ നിന്നും യോഹന്നാനിലൂടെ മനസ്സിലാക്കുവാൻ കാരണമായി. റൈറ്റ്? ഇപ്പൊ എന്താ അർത്ഥം? നിങ്ങളെല്ലാം യൂട്യൂബൊക്കെ കാണുന്നവരല്ലേ, സുവിശേഷകളൊക്കെ വരുന്ന കണ്ടിട്ടുണ്ടോ? കഴുത്ത് തിരിക്കത്തില്ല. സ്തോത്രം. എന്താണ്? അങ്ങനെ അതെന്തോ ആയിക്കോട്ടെ, അതിനൊന്നും കുഴപ്പമില്ല. യോഹന്നാനായിരുന്നെങ്കിലും ആ യോഹന്നാൻ ഇവിടെ കോപ്പി അടിക്കാമായിരുന്നു. ആരെങ്കിലും ഒരു തോൾവാറ് കെട്ടിയപ്പോൾ വേറെ കഴുത്തിലൊന്ന് തൂക്കാമായിരുന്നു. തൂക്കിയോ? ഇല്ല. തൂക്കാൻ കാര്യം എന്താ? സിംപ്ലിസിറ്റി, ഹ്യൂമിലിറ്റി, ഹംബിൾനെസ് എന്നോർത്ത് തീരെ മോശമായി ജീവിക്കാനല്ല കേട്ടോ. അങ്ങനെ ജീവിക്കണമെന്നല്ല. ഞാൻ ബൈബിൾ സ്കൂളിൽ പഠിച്ചുകൊണ്ട സമയത്ത്, പേര് പറയുന്നില്ല, അദ്ദേഹം ഇപ്പോഴും ജീവിച്ചിരിക്കുന്നുണ്ടെന്നാണ് എൻ്റെ ചിന്ത. അപ്പം ചർച്ച ഒന്നും ഞാൻ പറയുന്നില്ല, വലിയ ചർച്ച ഇവിടുത്തെ. അന്ന് അദ്ദേഹം ഒരു ഷർട്ടും ഒരു മുണ്ടും ഒരു ജോഡി ഡ്രസ്സാണ് പുള്ളി ഉപയോഗിക്കുന്നത്. ലളിത ജീവിതം. ക്ലാസ്സൊക്കെ പഠിപ്പിച്ച് കഴിഞ്ഞിട്ട് രാത്രി മുഴുവൻ പ്രാർത്ഥനയാണ്. അപ്പം ഞാൻ പെന്തക്കോസ്റ്റൽ ഫെയ്ത്ത് എന്താണെന്ന് എനിക്കറിയത്തുള്ളൂ. ഞാൻ ആദ്യമായിട്ട് ചെന്നതാണ്. ഞാൻ തന്നെ വീക്ഷിച്ചു കൊണ്ടിരിക്കുക. അപ്പം എൻ്റെ ചിന്ത ഇതാ പെന്തക്കോസ്റ്റ് എന്ന് ഓർത്താണ് ഞാൻ ഇരിക്കുന്നത്. അപ്പം പിറ്റേ ദിവസം ക്ലാസ്സിന് വരുന്നത് നനഞ്ഞ ആ ഷർട്ട് മുണ്ടും ഒക്കെ ഉടുത്താ വരുന്നത്. അപ്പം ഞാൻ ചോദിച്ചു, ഈ സാർ എന്താ ഇങ്ങനെ വരുന്നത്? ലളിത ജീവിതം എന്നോർത്ത് ഒരു ജോഡി ഡ്രസ്സ് കരുതുന്നതിന് കുഴപ്പമുണ്ടോ? ചെരിപ്പിടത്തില്ല. പക്ഷേ അതൊക്കെ അങ്ങ് പോയി. അമേരിക്കയിലൊക്കെ പോയായിരുന്നു. അമേരിക്ക പോയ സമയത്ത് ഞാനീ പറഞ്ഞ വേഷത്തിൽ അവിടെ പോകാൻ ഒക്കത്തില്ല. അപ്പോഴെന്ത് ചെയ്തു? മാറ്റം വരുത്തി, അല്ലേ? അപ്പം നമ്മൾ ചിന്തിച്ചാൽ മതി. ഇതൊക്കെ വിളിച്ചറിയിക്കുന്നത് ലളിതമായ ജീവിതം തിരഞ്ഞെടുത്തു എന്നുള്ളതാണ്. പ്രൈസ് ദി ലോർഡ്. ദൈവത്തെ സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ. നാലാമത്തത് യോഹന്നാന്റെ ആഹാരക്രമമാണ്. നിങ്ങളത് ഓർപ്പിച്ചു. വെട്ടിക്കിളിയും കാട്ടുതേനും. അവിടെ ഒരു ചിന്തയുണ്ട്. വീട്ടിൽ പാകം ചെയ്ത ഭക്ഷണം കഴിച്ചിട്ടില്ല എന്ന് നമുക്ക് ചിന്തിക്കാം. എന്തായിരുന്നു? വെട്ടിക്കിളിയും കാട്ടുതേനും. ഈ വെട്ടിക്കിളി കഴിച്ചു എന്നാ. എന്താ വെട്ടിക്കിളി? വെട്ടിക്കിളിയെ കണ്ടിട്ടുണ്ടോ? ഇല്ല. വീട്ടിൽ കണ്ടിട്ടുണ്ട്, അല്ലേ? അങ്ങനെ പറയില്ല. വിട്ടില് പോലെ സാധനത്തെ. പിന്നെ പച്ചക്കിളിയെ കണ്ടിട്ടുണ്ട്. എന്തുവാ? പച്ച വിട്ടല്. അത് വരട്ടെ വരട്ടെ നാളുകൾ പറയുന്നേ. പോരട്ടെ പോരട്ടെ, എൻ്റെ ശരീരത്തൊന്ന് ഇരിക്കട്ടെ ഇരിക്കട്ടെ എന്നാ പറയുന്നത്. സ്തോത്രം. എന്തിനത്? ഏ ആ അങ്ങനെയൊക്കെ പറയുന്നുണ്ട്. വരട്ടെ വരട്ടെ. അയ്യോ വെട്ടി പച്ച എന്ന് പറഞ്ഞേ, പച്ച വിട്ടിനെ കണ്ടാൽ അച്ചട്ടയാണ്. ഏതാ? പച്ച വിട്ടിനെ കണ്ടാൽ അച്ചട്ടയാണ്. പല്ല് ചൊല്ലിയാൽ ഒരു ദിവസം ഞാനൊരു യോഗത്തിൽ ഇങ്ങനെ പ്രസംഗിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ അന്ധവിശ്വാസത്തെ കുറിച്ച് പ്രസംഗിച്ച് പല്ല് ചൊല്ലുന്നതിനെ കുറിച്ചൊക്കെ പറഞ്ഞു വന്നപ്പോൾ പല്ലി ഒരൊറ്റ ചൊല്ലിച്ച. അപ്പൊ ഹിന്ദു മാർഗത്തിൽ നിന്നും വന്ന ഒരു അമ്മച്ചിയുണ്ട്. അമ്മച്ചി ഉടനെ പല്ല് ചൊല്ലുന്ന പോലെ. ഞാൻ ചോദിച്ചു, അമ്മച്ചി എന്താ വെച്ചാൽ ചോദിച്ചു. അല്ല, പല്ല് ചൊല്ലിയാൽ നമ്മളും അങ്ങനെ വെക്കണമെന്ന്. കണ്ടോ? അങ്ങനെ പോയാൽ വീട്ടിൽ മുഴുവനും വർത്താനം പറയാൻ നേരം കിട്ടത്തില്ല. എന്തിനാ നേരമുള്ളൂ? ആ ഇങ്ങനെ പല്ലിയെ ചുന്നല്ല വെക്കുന്നേ, അതുപോലെ വെച്ച് നടക്കാനേ പറ്റുള്ളൂ കേട്ടോ.
ഇങ്ങനത്തെ അന്ധവിശ്വാസമൊന്നും വേണ്ട. പച്ചക്കിളിയോ പച്ചപ്പിട്ടിലോ ഒക്കെ വരട്ടെ, സ്തോത്രം. അപ്പൊ നോക്കണം, ഈ വെട്ടിക്കിളിയെ കുറിച്ച് വലിയ തർക്കമാണ്. അത് കേട്ടിട്ടുണ്ടോ? ഇല്ല, ഉണ്ടോ? നിങ്ങൾ ആരും കേട്ടിട്ടില്ല. ചിലര് പറയുന്നത് വെട്ടിക്കിളി എന്ന് പറയുന്നത് ന്യായപ്രമാണം അനുശാസിക്കുന്ന ഏതോ മൃഗങ്ങൾ ഉൾപ്പെട്ടതാകാം എന്നൊക്കെ പറയുന്നുണ്ട് വെട്ടിക്കിളി. ചിലര് പറയുന്നത് അല്ല, ഇത് ഒരു തരം പയറാണെന്ന്. എന്താണ് പയർ? ചിലർ പറയും നല്ല മരുഭൂമിയിൽ വളരുന്ന കിഴങ്ങാണെന്ന്. ഉണ്ടോ? പേരെന്തുവാ? വെട്ടിക്കിളിയ. പിന്നെ തർക്കമാണ്. നമുക്കൊരു ഡിബേറ്റ് വെക്കാവുന്ന. രാവിലെ 10 തുടങ്ങും, 1 മണിക്ക് നമുക്കൊരു ബ്രേക്ക് ഉണ്ട്, എന്നിട്ട് ലഞ്ച് ബ്രേക്കാണ്. പിന്നെ നമ്മൾ 2 മുതൽ 4 വരെ വെക്കും. എന്താ വെട്ടിക്കിളി എന്താണെന്ന് അറിയാം. പയറാണോ കിഴങ്ങാണോ? അയ്യോ, ഞങ്ങൾ സെമിനാറിലൊക്കെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സമയം തർക്കമാണ്. ഇവിടുത്തെ പ്രസിദ്ധമായ യൂണിവേഴ്സിറ്റി, പേരൊന്നും ഞാൻ പറയുന്നില്ല, അവിടെ നിന്നൊക്കെ പഠിച്ചേച്ച് വരുന്ന ആളുകൾ ഇത് വെച്ചോണ്ടായിരിക്കുന്നത്. യേശുവിനെ കുറിച്ച് പറയാൻ അവർക്ക് നേരവില്ല, അറിയാനും വയ്യ. അവർക്ക് അറിയാവുന്ന വെട്ടിക്കിളി കിഴങ്ങാണെന്ന് പറയാനാ. വെട്ടിക്കിളി എന്താ? കിഴങ്ങാണ്, അല്ലെങ്കിൽ പയറാണെന്നാണ് പറയുന്നത്. അങ്ങനെയാണ് പറയുന്നത്. അതുപോലെ തന്നെ തേനിനെ കുറിച്ച് പറയുന്നുണ്ട്. തേൻ അത് ഏതോ ഒരു വൃക്ഷത്തിൽ നിന്നും തേൻ മാതിരിയായി ഊറി വരുന്ന ഒരു കറയാണെന്നാണ്. അത് മാർക്കളെയൊക്കെ പറയുന്നത്. ഇനി നമ്മൾ എന്തോ വിശ്വസിക്കുന്നു? എന്തോ പറയുന്നു? നമ്മളെന്തോ വിശ്വസിക്കുന്നു? മിനു എന്താ വിശ്വസിക്കുന്നേ? വെട്ടുക്കിളി ഇനി മീനായാലും കുഴപ്പമില്ല, ഇറച്ചി ആയാലും കുഴപ്പമില്ല, ഇനി കിഴങ്ങായാലും കുഴപ്പമില്ല. പിന്നെന്തോ ഞാൻ പറഞ്ഞേ? എന്തുവാ? പയറാണെങ്കിലും കുഴപ്പമില്ല. അതിൻ്റെ മേലൊന്നും വലിയ കീറാമുട്ടൊന്നും ഉണ്ടാക്കേണ്ട കാര്യമൊന്നുമില്ല. അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് എന്താണ്? ആ അത് നമ്മൾ ചിന്തിക്കുന്ന ഒറ്റ കാര്യമേ ഉള്ളൂ. ലളിതമായ ആഹാരക്രമമായിരുന്നു ആരുടേത്. നമ്മൾ ഒത്തിരി ഡിബേറ്റ് വെക്കേണ്ട കാര്യമുണ്ടോ? എത്രയോ കാര്യം നമുക്ക് ഡിബേറ്റ് വെക്കാറുണ്ട്, അല്ലേ ജോണി ബ്രദറെ, അല്ലേ? അപ്പൊ നമ്മൾ എന്ത് ചെയ്യണ്ട? വെട്ടുക്കിളി എന്താണെന്നോ, അതുപോലെ കാട്ടുതേൻ എന്താണെന്നോ എന്നൊന്ന് കടിച്ചു തൂങ്ങി അടിയും പിടിയും ഡിബേറ്റും കഴിഞ്ഞിട്ട് മിണ്ടാതെ പോകാതിരുന്ന കാര്യമൊന്നുമില്ല. പക്ഷെ ഒറ്റ കാര്യം നമുക്ക് മനസ്സിലാക്കാനുള്ളൂ. എന്താ? യോഹന്നാൻ സ്വീകരിച്ച ജീവിത ശൈലി എന്തായിരുന്നു? വളരെ ലളിതമായിരുന്നു എന്ന് നമുക്ക് പറയാം. അവിടെയാണ് നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്. ദൈവത്തിൻ്റെ വചനവും നമ്മുടെ കർത്താവും വിശുദ്ധ ബൈബിളും രേഖപ്പെടുത്തിയ പ്രധാനമായ കാര്യം, യോഹന്നാൻ ദൈവസന്നിധിയിൽ വലിയവൻ എന്ന് വിളിക്കപ്പെട്ടു. എന്തു തന്നെയായിരുന്നാലും അതിൻ്റെ വേഷമെന്തുമായിക്കൊള്ളട്ടെ, കഴിച്ചതെന്തുമായിക്കൊള്ളട്ടെ, ദൈവവചനം വളരെ വ്യക്തമായി ഓർപ്പിക്കുന്നു, യോഹന്നാൻ വലിയവനെന്ന് വിളിക്കപ്പെടും. അവിടെ ഒരു ചിന്ത കൂടെ പറഞ്ഞ് നമുക്ക് വേഗത്തിൽ ആ ഭാഗം നമുക്ക് അവസാനിപ്പിക്കാം. യോഹന്നാൻ ദൈവസന്നിധിയിൽ വലിയവൻ എന്ന് വിളിക്കപ്പെടുവാനുള്ള കാരണം എന്താണ്? ലളിതമായ ചില ചിന്തകളാണ് ഞാൻ പറയുന്നത്. വേഗത്തിൽ നിങ്ങൾ നോട്ട് ചെയ്തോണം, മറ്റു ചില കാര്യത്തിലേക്ക് വരാനുണ്ട്. യോഹന്നാനെ എങ്ങനെ പറയുന്നു? ദൈവസന്നിധിയിൽ, കർത്താവിന്റെ സന്നിധിയിൽ വലിയവൻ എന്ന് വിളിക്കപ്പെടും. ഇങ്ങനെ വലിയവൻ എന്ന് വിളിക്കപ്പെടാനുള്ള കാരണം നമുക്ക് വിശുദ്ധ തിരുവെഴുത്തിൽ നിന്ന് മനസ്സിലാക്കാം. അതിൽ ഒന്ന്, പ്രാർത്ഥനയാൽ ജനിക്കപ്പെട്ടവൻ. എന്താണ്? ലൂക്കോസ് 1:13 വായിച്ചാട്ടെ.
പെട്ടെന്ന് വായിച്ചട്ടെ. ലൂക്കോസ് 1:13. ആ ദൂതൻ അവനോട് പറഞ്ഞത്, ആ സെക്കരിയാവെ ഭയപ്പെടേണ്ട, ആ നിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി ആ നിന്റെ ഭാര്യ എലിസബത്ത് ആ നിനക്കൊരു മകനെ പ്രസവിക്കും. ആ അവന് യോഹന്നാൻ എന്ന പേർ ഇടേണം. ആ മതി. അതിന്റെ മുകളിൽ 12 വായിച്ചോണം. പുരോഹിതനോട് കർത്താവ് പറയാണ്, നിന്റെ പ്രാർത്ഥന കേട്ടിരിക്കുന്നു. എന്തുവാ? നിന്റെ പ്രാർത്ഥന കേട്ടിരിക്കുന്നു. ഒരു മകൻ ജനിക്കും. അവൻ എന്തോ പേർ വിളിക്കണം? യോഹന്നാൻ. അവൻ കർത്താവിന്റെ സന്നിധിയിൽ വലിയവനാകും. അപ്പോൾ ഈ പ്രിൻസിപ്പിൾ നമ്മൾ ഇവിടെ അപ്ലൈ ചെയ്യുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം, പ്രാർത്ഥനയാൽ ജനിക്കപ്പെടുന്ന ലഭിക്കപ്പെടുന്ന തലമുറകൾ ദൈവസന്നിധിയിൽ വലിയവരും അതുപോലെ തന്നെ മഹാന്മാരുമായി തീരും. അത് നിങ്ങൾ നോട്ട് ചെയ്തു. പ്രാർത്ഥനയിലൂടെ ജനിക്കപ്പെടുന്ന തലമുറകൾ, പ്രാർത്ഥനയുടെ ദൈവം നമുക്ക് നൽകിയ ദാനം നൽകിയ നമ്മുടെ തലമുറകൾ യോഹന്നാനെ പോലെ ദൈവസന്നിധിയിൽ വലിയവരായി മാറും, മഹാന്മാരായി മാറും. അല്ലേ? നമുക്കറിയാം, ഹന്ന പ്രാർത്ഥിച്ചു. ഉദാഹരണം ഹന്ന അല്ലേ? ഹന്ന പ്രാർത്ഥിച്ചു അല്ലേ? എങ്ങനെയാ പ്രാർത്ഥിച്ച്? ശീലോവിലെ ആലയത്തിൽ പ്രാർത്ഥിച്ചു, കണ്ണുനീരോടുകൂടെ പ്രാർത്ഥിച്ചു. അവൾ മഹാപുരോഹിതൻ എന്താ പറഞ്ഞേ? വീഞ്ഞു കുടിച്ച്. അപ്പോൾ ഹന്ന പറഞ്ഞു, അങ്ങനൊന്നുമല്ല, ഞാൻ എൻ്റെ ഹൃദയം ദൈവസന്നിധിയിൽ പകരുകയായിരുന്നു. മറുവശത്ത് വലിയ വലിയ യാഗവസ്തുക്കൾ കൊണ്ടുവന്ന് യാഗമർപ്പിക്കുകയാണ്. പക്ഷേ ഹന്നയുടെ കൈവശം ഒന്നുമില്ല. വലുതുണ്ടോ? ഒന്നുമില്ല. കൈവശം ഒന്നുമില്ല. ചുണ്ട് അനങ്ങുന്നത് മാത്രമേ ഉള്ളൂ, ഒന്നും തന്നെ പറയുന്നില്ല. അല്ലേ? സ്തോത്രം. ഹന്നയുടെ പ്രാർത്ഥന ശ്രദ്ധിച്ചിട്ടുണ്ടോ? എനിക്കൊരു ആൺ സന്തതിയെ തന്നാൽ. ആ ഭാവമൊക്കെ ഞാൻ പഠിച്ചിട്ടുള്ളതിന് ഭയങ്കര എന്താണ്, ഒരു വലിയ ഹൃദയത്തിൽ വലിയ ടച്ച് ഉണ്ടായിട്ടുണ്ട്. അല്ല, ഹന്ന അവിടെ ചെന്ന് വർഷാന്തര യാഗത്തിൽ, കർത്താവേ ഒരു തലമുറയെ തന്നാൽ, ഒരു പിഴച്ച സന്ധിയെ തന്നാലൊന്നുമല്ല. ആണോ? അങ്ങനെയാണ് പറഞ്ഞത്. സ്തോത്രം. എന്നാൽ മാതാപിതാക്കന്മാർക്ക് ഇറങ്ങി നടക്കാൻ വയ്യ. നിലത്തും താഴെ വെക്കാതെ കൊണ്ട് നടന്നതാണ്, ഒക്കത്തിലും. ഇപ്പൊ അവരെ നിയന്ത്രിക്കാൻ അല്ലേ? അങ്ങനെയൊന്നോ വളരെ സ്പെസിഫിക് ആയിട്ട് പറയാണ്, എനിക്ക് വേണ്ടത് ഒരു ആൺകുഞ്ഞിനെയാണ്. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഓർത്തോണം, കാടടച്ചാലും വെടിവെക്കണ്ട. പ്രാർത്ഥിക്കുമ്പോൾ എന്താണ് ആവശ്യമെന്നുള്ളത് സ്പെസിഫിക് ആയിട്ട് പറയണം. ഏതെങ്കിലും ഒരുത്തനെ തന്നാൽ അങ്ങനെയാണോ? അല്ലേ? എലിയാസർ പ്രാർത്ഥിച്ചല്ലേ? അല്ലേ? അങ്ങനെ എലിയാസ് ചെന്നപ്പോൾ നമുക്കറിയാം, ഇസ്ഹാക്കിനെയൊക്കെ ലഭിക്കാൻ വേണ്ടിയുള്ള പ്രാർത്ഥന നമുക്കറിയാം. അങ്ങനൊന്നും പ്രാർത്ഥിച്ചില്ല. പർട്ടിക്കുലറി പറയാണ്, ഇതാണ് എൻ്റെ ആവശ്യം. പുതിയ പ്രാർത്ഥന അന്തരീക്ഷത്തിലേക്ക് നിങ്ങൾ കടന്നു വരണം. ഇപ്പോൾ പ്രാർത്ഥിച്ചിരിക്കുന്ന രീതി മാറ്റിയിട്ട് നീ വിശ്വസിക്കുന്ന കർത്താവിനോട് പ്രത്യേകമായി സ്പെസിഫിക് ആയിട്ട് പറയണം, ഇറ്റ് ഈസ് മൈ നീഡ്, ഇതാണ് എൻ്റെ ആവശ്യം. രണ്ടാമത്തെ കാര്യം, സാധാരണയായി ലഭിക്കുന്നതും കണ്ണുനീരോടുകൂടെ ലഭിക്കുന്നതിനും വ്യത്യാസമുണ്ട്. സാധാരണയായി നമുക്ക് ലഭിക്കുന്ന ഒന്ന് മഹത്വമുള്ളതാണ്. എന്നാൽ ദൈവസന്നിധിയിൽ പ്രാർത്ഥനയോടുകൂടെ ലഭിക്കുന്ന കാര്യമാണെങ്കിൽ അതിനേറെ ശോഭ കൂടും.
മഹത്വം വർദ്ധിക്കും. അതുകൊണ്ട് പ്രാർത്ഥിച്ച് നേടുന്നതിനാണ് എപ്പോഴും ശോഭയും മഹത്വവും ഉള്ളത്. യോഹന്നാനെ വലിയവനാക്കാൻ കാരണമായ ഒന്നേതാ? പ്രാർത്ഥനയിൽ ജനിച്ചവനാണ്. നമ്പർ 2, യേശുവിനെ കണ്ടവനാ. യോഹന്നാൻ 1:23 അതെഴുതിയാൽ മതി. ഞാൻ വായിക്കാൻ പറയുന്ന ഭാഗങ്ങൾ നിങ്ങൾ വായിച്ചാൽ മതി. യേശു പറഞ്ഞു, അബ്രഹാമും ദാവീദും ഒക്കെ പഴയ നിയമപ്രവാചകന്മാരും ഒക്കെ എൻ്റെ നാളുകൾ കാണാൻ കാത്തിരിക്കും. എന്തോ വാക്യം യോഹന്നാൻ 1:29. നിങ്ങൾ എഴുതിയിട്ട് മാത്രമേ ഞാൻ മുൻപോട്ട് പോവുകയുള്ളൂ. ദൂരെ ആയിരിക്കുന്ന എഴുതുന്നുണ്ടോ എന്ന് എനിക്കറിഞ്ഞുകൂടാ. എഴുതുന്നത് നിങ്ങളാണല്ലോ. സ്തോത്രം. അതുകൊണ്ട് അപ്പം ഇവിടെ എഴുതുന്നവർക്ക് അല്പം കൂടെ എംഫസൈസ് ഞാൻ കൊടുക്കുന്നുണ്ട്. അത് പറഞ്ഞോണം കേട്ടോ. പുറകോട്ട് നോക്കരുത്, കാരണം അവരവിടെ എഴുതിയിട്ടില്ല. സ്തോത്രം. അതുകൊണ്ട് ഇങ്ങോട്ട് നോക്കിയേ ചോദിക്കാവുള്ളൂ. റൈറ്റ്? യോഹന്നാൻ 1. അപ്പോൾ നോക്കിക്കേ, അബ്രഹാമിനെ പോലുള്ളവരും ദാവീദിനെ പോലെയുള്ളവരും പഴയ നിയമ പ്രവാചകന്മാരെ പോലെയുള്ളവരെല്ലാം ദൈവത്തിന്റെ കർത്താവിന്റെ നാളുകൾക്ക് വേണ്ടി കാത്തിരുന്നവരാണ്, കാണാൻ ആഗ്രഹിച്ചവരാണ്. പക്ഷെ അവർക്കാർക്കും ആ ഭാഗ്യം ഉണ്ടായില്ല. ആർക്ക് യേശുവിനെ കാണാൻ ഭാഗ്യം ലഭിച്ചുള്ളൂ? യോഹന്നാൻ വലിയവനാകാനുള്ള കാരണം എന്താ? യേശുവിനെ കാണാൻ ഭാഗ്യം ലഭിച്ചവനാണ്. മൂന്നാമത്തത്, യേശുവിനെ ലോകത്തിന് ചൂണ്ടിക്കാട്ടിയ, കാണിച്ചു കൊടുത്ത ആദ്യ വ്യക്തി യോഹന്നാനാണ്. അതും യോഹന്നാൻ സുവിശേഷം 1-29 വാക്യമാണ്. അവിടെ പറയുന്നു, ഇതാ ലോകത്തിൻ്റെ പാപത്തെ ചുമന്നൊഴിക്കുന്ന കർത്താവ് എന്ന് പറയാണ്. ആ സാക്ഷ്യം ശിഷ്യന്മാരുടെ ഇടയിലൊക്കെ വലിയ ചലനമുണ്ടാക്കി. ആ പശ്ചാത്തലം നിങ്ങൾ വായിച്ചവിടെ മനസ്സിലാക്കിക്കൊള്ളണം. യോഹന്നാൻ യേശുവിനെ ലോകത്തിന് ചൂണ്ടിക്കാട്ടി. 4, ദൈവരാജ്യം, മാനസാന്തര സ്നാനം എന്നീ വിഷയങ്ങൾ ദൂതായി സന്ദേശമായി പ്രഖ്യാപിച്ചവനാണ്. ദൈവരാജ്യം, മാനസാന്തരം, സ്നാനം തൻ്റെ പ്രധാന സന്ദേശമായിരുന്നു. ഒരു കാര്യം കൊണ്ട് നിങ്ങൾ എഴുതി വെച്ചു, അടിയിൽ വരച്ചിട്ടു. യോഹന്നാന്റെ സന്ദേശവും ശുശ്രൂഷയും ചലനാത്മകവും ശക്തിയും ഉള്ളതായിരുന്നു. വലിയൊരു സംഭവമാണത്. ചലനമുണ്ടാക്കി, കേൾവിക്കാരിൽ വലിയ ചലനമുണ്ടാക്കി. യോഹന്നാന്റെ ശബ്ദം കേട്ട ആളുകൾ, കേൾവിക്കാര, ഓഡിയൻസ്, പ്രേക്ഷകർ ശ്രദ്ധിച്ചേ, അതീവ രഹസ്യമായി ഹൃദയത്തിൽ സൂക്ഷിച്ചിരുന്ന പല കാര്യങ്ങളും ആ ദൈവജനം ശ്രദ്ധിച്ചതിലൂടെ പുറത്തു വന്നു. ദൈവിക സന്ദേശത്തിലാണ് നമ്മുടെ ജീവിതത്തിന് മാറ്റം വരുന്നത്, അല്ലേ? അവർ ആരായിരുന്നു ബോധ്യം അവർക്ക് വന്നു. അപ്പോൾ ആരാണ് കർത്താവിന് വലിയവനാകുന്നത്? പറഞ്ഞാട്ടെ. ആര്? ദൈവികമായ ശുശ്രൂഷ, ഡിവൈൻ മിനിസ്ട്രി ഒരുവനെ കർത്താവിന്റെ സന്നിധിയിൽ വലിയവനാക്കും. നമ്മൾ ചെയ്യുന്ന ശുശ്രൂഷ എന്താണ്? ആ ശുശ്രൂഷയുടെ അടിസ്ഥാനത്തിൽ ദൈവം നമ്മെയും മാനിക്കും, ആദരിക്കും, വലിയവനാക്കും. 5-ാമത്തെ കാര്യം,
തന്നെ താൻ വിനയപ്പെടുത്തിയവനും താഴ്മ ധരിച്ചവനുമായിരുന്നു യോഹന്നാൻ. യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം 30-ാം വാക്യം. യോഹന്നാൻ 3:30. തന്നെ താൻ വിനയപ്പെടുത്തിയവനും സ്വത്രം താഴ്മ ധരിച്ചവനുമായിരുന്നു. എന്താ വാക്യം പറഞ്ഞ് നമുക്ക് മനപ്പാഠം അറിയാം. അവനോ വളരണം, ഞാനോ കുറയണം. എത്ര 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 എന്താണ് നമ്മൾ ആഴമായി ചിന്തിക്കേണ്ട വാക്യമാണത്. യോഹന്നാൻ പറയാണ്, യേശുവോ അവനോ വരളണം എന്നാണോ? ആ വളരണമെന്ന. അവനോ എന്നിൽ വളയണം എന്നാണോ? അല്ല. പലരുടെ ജീവിതത്തിൽ യേശു വളഞ്ഞിരിക്കുക, യേശു എന്തിരിക്കുക? വരണ്ടിരിക്കുക. അങ്ങനെയല്ലേ യോഹന്നാൻ പറഞ്ഞത്? എന്ത് ചെയ്യണം? ലെറ്റ് ഹിം ഇൻക്രീസ്, അവൻ വളരട്ടെ, ഞാനോ. അപ്പൊ ആ വാക്യമൊക്കെ സാക്ഷ്യത്തിൽ പറയുമ്പം സൂക്ഷിച്ചേ പറയാവുള്ളൂ. എനിക്കൊരു വാക്യം തന്നു, ഞാൻ മനപ്പാഠം പഠിച്ചു, അവനോ വരളണം എന്നൊന്നും പറയരുത് കേട്ടോ. യേശു നമ്മിൽ പറഞ്ഞിട്ടെ വളരണം, ഞാൻ എന്നിൽ തന്നെ കുറയണം. ആര് അങ്ങനെ പറയുന്നുവോ അവൻ കർത്താവിന്റെ സന്നിധിയിൽ വലിയവനാകും. അങ്ങനെ പറയുന്ന വ്യക്തി ആരുണ്ടോ അവൻ കർത്താവ് സന്നിധിയിൽ വലിയവനാകും. ലാസ്റ്റ് ഒരു പോയിന്റ് കൂടെ ഉണ്ട്. രക്തസാക്ഷിത്വം വഹിച്ചവനാണ് യോഹന്നാൻ. യോഹന്നാൻ ആരാ? രക്തസാക്ഷിത്വം വഹിച്ചു. അത് നിങ്ങൾക്കറിയാമല്ലോ, അത് ഞാൻ വിശദീകരിക്കുന്നില്ല. ഒരു കാര്യം അവിടെ കുറിച്ച് വെച്ചു. രക്തസാക്ഷിയുടെ രക്തം സഭയുടെ വിത്താകും. തർത്തുല്യൻ എന്ന സഭാപിതാവ് പറഞ്ഞ ഒരു വാക്കാണത്. രക്തസാക്ഷിയുടെ രക്തം സഭയുടെ വിത്താകുന്നു. ഇനിയിപ്പോ ഞാൻ നിങ്ങളോടൊരു ചോദ്യം ചോദിക്കുകയാണ്, അതിന് മറുപടി നിങ്ങൾ പറയണം. എഴുതിയിട്ടാണ്? എഴുതിയോ എല്ലാവരും? ഒരുവനെ അല്ലെങ്കിൽ ഒരുവൻ, നമ്മുടെ ഈ വചനാടിസ്ഥാനത്തിലാണ് ഞാൻ ചോദിക്കുന്നത്. ഒരുവൻ കർത്താവ് സന്നിധി വലിയവനാക്കുന്നത് എന്തല്ല? ഉത്തരം പറഞ്ഞാട്ട്. ഈ കോണ്ടസ്റ്റിലാണ് ഞാൻ പറയുന്നത്. ഒരുവനെ കർത്താവിന്റെ സന്നിധിയിൽ വലിയവനാക്കുന്നത് എന്തല്ല? പറഞ്ഞേ എന്താണ്? എന്തല്ല? ഇതിന്റെ അടിസ്ഥാനത്തിലേ പറയാവുള്ളൂ. ശ്രദ്ധിച്ചതാണ്, നമ്മൾ പറഞ്ഞതാണ്. യോനാസനാമം ഇപ്പൊ നമ്മുടെ മുമ്പിൽ ഇങ്ങനെ മനസ്സിൽ നിൽക്കുന്നത്. അപ്പോൾ ഒരുവനെ ദൈവസന്നിധി വലുതാക്കുന്നത് എന്തല്ല? നാം കഴിക്കുന്ന ആഹാരമല്ല. എഴുതിക്കോ, നാം കഴിക്കുന്ന ആഹാരമല്ല. നമ്മുടെ വാസസ്ഥലമോ വിദ്യാഭ്യാസമോ നാം സംസാരിക്കുന്ന ഭാഷയോ ധരിക്കുന്ന വസ്ത്രമോ ആഡംബരമോ ഒന്നും തന്നെയല്ല. അതിൻ്റെ അടിസ്ഥാനത്തിലായിരുന്നെങ്കിലും, ഏതിനടിസ്ഥാനം? കഴിക്കുന്ന ആഹാരത്തിൻ്റെയും പാർക്കുന്ന പാർപ്പിടത്തിൻ്റെയും സംസാരിക്കുന്ന ഭാഷയുടെയും ധരിക്കുന്ന വസ്ത്രത്തിൻ്റെയും ഒന്നും അടിസ്ഥാനത്തിലല്ല. അപ്രകാരമായിരുന്നെങ്കിൽ യോഹന്നാൻ വലിയവനാകുമോ? ഇല്ല. നാമം അതിനകത്ത് നിങ്ങൾ പൂരിപ്പിച്ചോണം. നാമം. ഒരുവൻ കഴിക്കുന്ന
ആഹാരമോ വസ്ത്രമോ ഒന്നും തന്നെയല്ലെന്ന്, പാർപ്പിടമൊന്നുമല്ല, ദൈവസന ഒരുവനെ വലിയവൻ ആക്കുന്നത്. ഈ രാത്രി ഈ യോഹന്നാനെ കുറിച്ചുള്ള പഠനത്തിൽ ദൈവസന നമുക്ക് സമർപ്പിക്കാം. ഒരു 5 മിനിറ്റ് ബ്രേക്ക് ചെയ്യുമ്പോൾ അത് ചിന്തിക്കാനുള്ള സമയമാണ്, സമർപ്പിക്കുന്ന സമയമാണ്. ദൈവം എല്ലാവരും അനുഗ്രഹിക്കട്ടെ. ബ്രേക്ക് എടുത്തിട്ട് വരാം. പ്രാർത്ഥനയോടുകൂടെ നമുക്ക് വീണ്ടും വചനത്തിലേക്ക് വരാം. ഈ പുസ്തകത്തിൻ്റെ വിഭജനവുമായി ബന്ധപ്പെട്ട് പറഞ്ഞിട്ടുള്ള ഒന്ന്, യേശുവിൻ്റെ ഗലീലിയൻ മിനിസ്ട്രി, ഗലീലയിൽ യേശു ചെയ്ത ശുശ്രൂഷയെക്കുറിച്ച് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചിന്തിക്കുകയുണ്ടായി. ആ ഗലീലിയൻ മിനിസ്ട്രിയിലേക്ക് നാം പ്രവേശിക്കുന്ന മുൻപ് യേശുക്രിസ്തുവുമായി ബന്ധപ്പെട്ട് പരമപ്രധാനമായ ചില കാര്യങ്ങൾ നമുക്ക് ചിന്തിച്ചിട്ട് ആ ഗലീലയിൽ യേശു ചെയ്ത ശുശ്രൂഷയെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാം. ആദ്യമാണ് ചിന്തിക്കുന്നത് ഗലീലയെ കുറിച്ചാണ്. ഗലീല, ഗലീല 2-3 വാചകത്തിൽ നമ്മൾ അത് ചിന്തിക്കുന്നുള്ളൂ. വിസ്താരമായിട്ടൊക്കെ പറയേണ്ടതാണ്, എങ്കിലും നമ്മുടെ ചിന്തയ്ക്ക് അത് മതി. വളരെ ഫലപുഷ്ടമായതും, എഴുതുന്നോണ്ടിരിക്കണം, വളരെ ഫലഭൂയിഷ്ടമായതും ജനനിബിഡവുമായിരുന്നു ഗലീല. ജനനിബിഡമായിരുന്നു. ജാതികളുടെ ഗലീല എന്ന് വിളിച്ചിരുന്നു. ജാതികളുടെ ഗലീല എന്നാണ് ഗലീലയെ വിളിച്ചിരുന്നത്. യഹൂദന്റെ രാഷ്ട്രീയാധിപത്യവും മേധാവിത്വവും ലഭിക്കുന്നതിനു വേണ്ടി തീവ്ര ശ്രമം നടത്തിയ ഒരു വിഭാഗം ആളുകളായിരുന്നു എരിവുകാർ. എരിവുകാർ, എരിവുകാർ, എരിവുകാർ. ഇസ്രായേൽ ഒരിക്കലും പുറജാതി ഭരണത്തിന്റെ കീഴിൽ, ഇസ്രായേൽ ഒരിക്കലും പുറജാതി ഭരണത്തിന്റെ കീഴിൽ ആയിരിക്കേണ്ടതില്ല എന്ന് വിശ്വസിച്ച എരിവുകാരുടെ പ്രവർത്തന മേഖലയാണ്, എരിവുകാരുടെ പ്രവർത്തന മേഖലയാണ് ഗലീല. ഇത്തരത്തിലുള്ള ഒരു പശ്ചാത്തലത്തിൽ യേശു ജനിച്ച് വളർത്തപ്പെട്ടു. അവിടെ പ്രധാനമായി ചിന്തിക്കേണ്ട മറ്റൊരു സ്ഥലമുണ്ട്, നസ്രയത്ത്. നസ്രയത്ത്. നമ്മൾ ലഘുവായ ചിന്തകൾ മാത്രമാണ് എടുക്കുന്നത്, അതുകൊണ്ട് നിങ്ങൾക്ക് പ്രയോജനം ചെയ്യാനും ഓർമ്മ നിൽക്കാനും വേണ്ടി. നസ്രയത്ത് പഴയ നിയമത്തിൽ എങ്ങും പറഞ്ഞിട്ടില്ല.
ജോസിഫസിന്റെ എഴുത്തുകളിലോ ജോസിഫസിന്റെ എഴുത്തുകളിലോ തൽമൂദ് രേഖകളിലൊന്നും ഈ സ്ഥലത്തെ കുറിച്ച് കാണുന്നില്ല. തൽമൂദ് ആ തൽമൂദിൽ ഒന്നും ഈ നസ്രത്തിനെ കുറിച്ച് കാണുന്നില്ല. ഒരു മഹാനഗരമോ പ്രാധാന്യമുള്ള ഒരു പട്ടണമോ അല്ലായിരുന്നു എന്ന് നമുക്ക് ചിന്തിക്കാം. ഉയർന്ന ഒരു കുന്നിൻ മുകളിൽ സ്ഥിതി ചെയ്തതുകൊണ്ട് നസ്രയത്തിനെ ഏറുമാടം എന്നും വിളിച്ചിരുന്നു. ഏറുമാടം. എന്നും വിളിച്ചിരുന്നു. ഇപ്പൊ നമ്മൾ ഗലീലിയൻ മിനിസ്ട്രിയിലേക്ക് നമ്മൾ പോകുന്നതിന് മുമ്പേ ഗലീലിലെ നസ്രയത്ത് എന്ന് കാണുന്നുണ്ട്. അപ്പം ഞാൻ നിങ്ങൾക്കൊന്ന് മനസ്സിലാക്കാൻ പെട്ടെന്ന് വായിച്ചെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ് പറഞ്ഞത് ഗലീല എന്താണ്, നസ്രയത്ത് എന്താണ്. ഇവിടെ നമ്മൾ മറ്റൊരു ചിന്ത രൂപപ്പെടുത്തുകയാണ്. ആ ചിന്ത എന്താണ്? എഴുതിക്കോ. ഒരു പ്രേക്ഷിതന്റെ പ്രേക്ഷിതൻ ഒരു പ്രേക്ഷിതന്റെ ഫലകരമായ ക്രിസ്തീയ ജീവിതത്തിന്റെ ഏഴ് സുപ്രധാനമായ പടികൾ അഥവാ വ്യവസ്ഥകൾ ഇവിടെ നമുക്ക് കാണുന്നുണ്ട്. നമുക്കത് കഴിഞ്ഞിട്ട് ഗലീലിയൻ മിനിസ്ട്രിയിലെ ഏതെങ്കിലും ഒരു കാര്യം എടുത്തിട്ട് ആ ഭാഗം നമുക്ക് വിട്ടുപോകാം. ഇത് വളരെ പ്രധാനമായ ഒന്നായതുകൊണ്ടാണ് ഞാൻ നിങ്ങളെ ഓർപ്പിക്കുവാൻ താല്പര്യപ്പെടുന്നത്. ഒരു പ്രേക്ഷിതന്റെ ജീവിതവുമായി ബന്ധപ്പെട്ട് ഫലകരമായ ക്രിസ്തീയ ജീവിതം നയിക്കേണ്ടതിന് നാം അറിഞ്ഞിരിക്കേണ്ട സുപ്രധാനമായ 7 നടപടിക്രമം അല്ലെങ്കിൽ വ്യവസ്ഥകൾ. അപ്പോൾ വേഗത്തിൽ പോകണം, നമ്മുടെ സമയം കൊണ്ട് നമുക്ക് തീർക്കുകയും ചെയ്യണം. കമ്പിവാചകം പോലെ പോകണം. നിങ്ങളോട് എന്നോടൊപ്പം വരണം. അതിൽ ഒന്ന്, തീരുമാനം. ഡിസിഷൻ. തീരുമാനിച്ചു. ഡിസൈഡഡ്. തീരുമാനം. ബ്രാക്കറ്റിൽ വേർപാട് കൂടെ ഇട്ടോ. സെപ്പറേഷൻ. വേർപാട്. 1-ാം അധ്യായം 9-ാമത്തെ വാക്യം. ഇനി വാക്യങ്ങൾ വായിക്കണം. 1-9 വേഗത്തിൽ വായിച്ച് നമുക്ക് പോകാം. ആ കാലത്ത് യേശു ഗലീലയിലെ നസ്രയത്തിൽ നിന്ന് വന്ന് യോഹന്നാനാൽ യോർദാനിൽ സ്നാനം കഴിഞ്ഞു. ഒന്നുകൂടെ വായിച്ചാട്ടെ. ആ 9. ആ കാലത്ത് യേശു ഗലീലയിലെ നസ്രയത്തിൽ നിന്ന് വന്ന് യോഹന്നാനാൽ യോർദാനിൽ സ്നാനം കഴിഞ്ഞു. മതി. യേശു വളർന്ന ഗലീലയിലെ നസ്രയത്തിൽ
നിന്നും വന്നു. വാക്യം പൂർത്തീകരിച്ചായിരുന്നു? പൂർത്തീകരിച്ച് വായിച്ച്. ആ കാലത്ത് യേശു ഗലീലയിലെ നസ്രയത്തിൽ നിന്ന് വന്ന് ആ, യോഹന്നാനാൽ യോർദാനിൽ സ്നാനം കഴിഞ്ഞു. യോഹന്നാനാൽ, ശ്രദ്ധിച്ചിരിക്കണം, സ്നാനം ഏറ്റു എന്ന് കാണുന്നു. ഇത് സുപ്രധാനമായ ഒരു വ്യവസ്ഥയാണ്. യേശുവിനെ പിൻപറ്റുന്ന, അനുഗമിക്കുന്ന, ശിഷ്യനാകാൻ ആഗ്രഹിക്കുന്ന, വിശ്വാസിയാകുവാൻ ആഗ്രഹിക്കുന്ന ഏതൊരുവനും ഒന്നാമത്തെ സ്റ്റെപ്പ് ഏതാ? വ്യവസ്ഥ ഏതാ? യേശു വളർന്ന ആ പട്ടണം നസ്രയത്ത് വിട്ടു വന്നു. നസ്രയത്ത് വിട്ടുവന്നു. അവിടെ നിന്നും വന്നു യോഹന്നാനിൽ. യോഹന്നാനാൽ സ്നാനമേറ്റു, യോർദാനിലേക്ക് വന്നു. അവിടെ ശ്രദ്ധിച്ചോണം. അവിടെ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. എത്രാമത്തെ വയസ്സിലാണ് സ്നാനമേക്കം വന്ന്? 30-ാമത്തെ വയസ്സ്. അങ്ങനെ നമ്മൾ കരുതുന്നു, അങ്ങനെ നമുക്ക് വിശ്വസിക്കാം. ആ പ്രേക്ഷിത പ്രവർത്തന മിനിസ്ട്രി ഏറ്റെടുക്കാൻ സമയമായപ്പോൾ എന്ത് ചെയ്യാണ്? താൻ വളർന്ന ആ ഗലീലയിലെ നസ്രയത്ത് വിട്ടു വന്നു. ആത്മജീവിതം അങ്ങനെയാ. എന്താണ്? എന്ത് ചെയ്യണം? വിടണം അല്ലേ? അപ്പൊ നമുക്ക് നോക്കാം, ഇത് ശ്രമകരമായ കാര്യമാണോ? നസ്രയത്ത് വിട്ടു. എന്താ നസ്രയത്ത്? എന്താ നസ്രയത്ത്? യേശു വളർന്ന ഇടമാ എന്ന് പറഞ്ഞാൽ യേശുവിൻ്റെ ഭവനം അവിടെയായിരുന്നു. എനിക്കോണം, യേശുവിൻ്റെ ഭവനം അവിടെയായിരുന്നു. പെട്ടെന്ന് ഞാൻ പറഞ്ഞു പോകും. നല്ല ഭൂപ്രകൃതി അവിടെ ഉണ്ടായിരുന്നു. ഗ്രാമീണ വിദ്യാഭ്യാസശാല അവിടെ ഉണ്ടായിരുന്നു. ഗ്രാമീണ സ്കൂളുണ്ട്, വില്ലേജ് സ്കൂൾ അവിടെ ആയിരുന്നു. യേശു കളിച്ചു വളർന്ന കളിസ്ഥലം നസ്രയത്തിലായിരുന്നു. യേശുവിന് പരിചയമുള്ള ചന്തസ്ഥലം അവിടെയായിരുന്നു. ഇപ്പൊ ചന്തസ്ഥലത്തെ കുറിച്ചൊക്കെ യേശു പിന്നീട് പറയുന്നുണ്ട് ഉപമകളിൽ കൂടെ. യേശു കണ്ടും പരിചയിച്ചും പഠിച്ചതുമായ തൊഴിൽശാല അവിടെ ഉണ്ടായിരുന്നു. ചുരുക്കി പറഞ്ഞാൽ നസ്രയത്തെ വിട്ടു എന്ന് പറഞ്ഞ എന്താണ് അർത്ഥം? എല്ലാം വിട്ടു. ഒറ്റ വാക്കിൽ പറഞ്ഞാൽ ഭൗമികമായ എല്ലാ കെട്ടുപാടുകളും വിട്ടു. സ്തോത്രം. സമർപ്പണമാണ്. എന്ത് വിട്ടു? യോർദാൻ അവിടെ യോഹന്നാൻ സ്നാനപ്പെടുന്നു. ഞാൻ അങ്ങോട്ട് പോകട്ടെ, പക്ഷേ ഞാൻ തിരിച്ചു വരാം, എന്നെ കൂടെ ക്രിക്കറ്റ് കളിയിൽ കൂട്ടണം. 30 പറഞ്ഞാൽ ഇതൊന്നും വിട്ടുപിരിയാൻ ഒക്കത്തില്ല യേശുവിന്. ഏതാ? ഞാൻ വളർന്ന ഭവനം, കളിച്ച സ്ഥലം, പഠിച്ച തൊഴില്, മാതാപിതാക്കന്മാര്, പിന്നെന്താ, പഠിച്ച സ്കൂള്, താൻ സ്നേഹിച്ച പ്രണയിച്ച പ്രകൃതി, എല്ലാം ഉണ്ട്. പക്ഷെ ദൈവത്തിന്റെ സമയമായപ്പോൾ, ആ ദൗത്യം ഏറ്റെടുക്കുവാനുള്ള ആ ദൈവഗതം പൂർത്തീകരിക്കാൻ സമയമായപ്പോൾ, വചനം പറയുന്നു, യേശു വളർന്ന പട്ടണമായ നസ്രയത്തിൽ നിന്നും
വന്നു. ഇവിടെ നമ്മളൊരു വേദഭാഗം കൂടെ ചേർത്ത് പഠിക്കുമ്പോൾ യേശുവിനെ കുറിച്ചുള്ളൊരു വേദഭാഗമാണ് 40 സങ്കീർത്തനം 8 വാക്യത്തിൽ തന്നെ ചുറ്റിപ്പറ്റിയുള്ള സകല ഭൗമിക കെട്ടുപാടുകൾ വിട്ട് അതിനെ ഉപേക്ഷിച്ച് അതിനെ ത്യജിച്ച് യോർദാൻ നദിയെ ലക്ഷ്യമാക്കി കൊണ്ടുവരുമ്പോൾ ആ പ്രേക്ഷിതന്റെ വേല ചെയ്യുവാൻ ഏറ്റെടുക്കുവാൻ വരുന്ന സമയം ഇങ്ങനെ പറഞ്ഞു കാണും, ദൈവമേ നിന്റെ ഇഷ്ടം ചെയ്യുവാൻ ഞാൻ. യേശുക്കുറിച്ചുള്ള പ്രവചന വാക്യമാണ്. കർത്താവേ നിന്റെ ഇഷ്ടം ചെയ്യുവാൻ ഞാൻ പ്രിയപ്പെട്ടു വരുന്നു, പ്രിയപ്പെടുന്നു. ഓർത്തെ, എത്ര മഹത്തായ ഒരു തീരുമാനം. ഈ രാത്രി ആ തീരുമാനത്തിലേക്കാണ് നമ്മൾ വരേണ്ടത്. യേശുവിന്റെ മിനിസ്ട്രിയുടെ ആരംഭത്തിൽ ഏതൊരു വ്യക്തിയുടെയും പ്രേക്ഷിതന്റെയും ജീവിതത്തിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഏറ്റവും മഹത്തായ തീരുമാനമാണ് ഏത്? ചിലതിനെ വിട്ട് യേശുവിനെ അനുഗമിക്കുവാനുള്ള. അതാ പാട്ടിൽ പറയുന്നുണ്ട്, ഐ ഹാവ് ഡിസൈഡഡ് ടു ഫോളോ ജീസസ്. ഐ ഹാവ് ഡിസൈഡഡ് to follow Jesus. No turning back. No turning back. അതുകൊണ്ട് നല്ലൊരു പ്രേക്ഷിതനായിരിക്കാൻ, സമ്പൂർണമായ ഒരു സമർപ്പണത്തിലേക്ക് വരാൻ നമുക്ക് ചിലതിനെ വിടാം, യേശുവിന്റെ അടുക്കിലേക്ക് വരാം. യേശു തൻ്റെ സമയമായപ്പോൾ നസ്രയത്ത് വിട്ട് യോർദാനിൽ വന്നു. റൈറ്റ്? കിട്ടിയോ? 2, അംഗീകരിക്കൽ, അക്സെപ്റ്റൻസ്. 1:10 1-ാം അധ്യായം 10-ാം വാക്യം. വേഗത്തിലാട്ടെ, നമുക്ക് തീരത്തില്ല അത്. വെള്ളത്തിൽ നിന്നും കയറിയ ഉടനെ ആകാശം പിളരുന്നതും ആത്മാവ് പ്രാവ് പോലെ തന്റെ മേൽ വരുന്നതും കണ്ടു. നീ എന്റെ പ്രിയപുത്രൻ, നിന്നിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നുവെന്ന് സ്വർഗത്തിൽ നിന്നൊരു ശബ്ദമുണ്ടായി. മതി. രണ്ടാമത്തെ പ്രധാനമായ കാര്യം പ്രേക്ഷിതനെ അംഗീകരിക്കുകയാണ്. എന്തുവാ അംഗീകാരം? യോഹന്നാൻ യോർദാനിൽ സ്നാനം ഏറ്റു കഴിഞ്ഞപ്പോൾ ഒരു മഹാസംഭവം ഉണ്ടായി. എന്താണ്? ആകാശം പിളർന്നു, സ്വർഗം തുറന്നു. അല്ലേ? ബാക്കി നമുക്ക് പിന്നെ ചിന്തിക്കാം. എത്ര മതി. എന്താണ്? ആ യോർദാനിൽ യോഹന്നാന്റെ കൈക്കീഴിൽ യേശു സ്നാനമേറ്റപ്പോൾ സംഭവിച്ചൊരു കാര്യം, സ്വർഗം അവന്റെ തലയ്ക്ക് മീതെ തുറക്കുകയാണ്. നമ്മൾ സ്നാനമായിട്ട് ചിന്തിക്കുമ്പോഴേ, സ്നാനത്തോട് ചിന്തിക്കുമ്പോൾ എന്താ സ്നാനം? എന്താണ് സ്നാനം? ഓതളങ്ങ വെള്ളത്തിൽ മുക്കി പോക്കുന്നത് പോലെയാന്നു. എന്തുവാ ഓതളങ്ങ? ഇനിയിപ്പോ ചോദിക്കാം, ഓതളങ്ങ എന്നാ ചോദിച്ചാൽ എനിക്കറിയത്തില്ല. സ്തോത്രം. ഓതളങ്ങ വെള്ളത്തിൽ മുക്കി പോക്കുന്നത് പോലെയാണോ സ്നാനം? അല്ല. ഒറ്റ വാക്കിൽ സ്നാനം എന്ന വാക്ക് എല്ലാ പ്രേക്ഷകരെയും ഞാൻ നിങ്ങളെ ഉറപ്പിക്കുകയാണ്. സ്നാനം എന്ന് പറയുന്നത് കേവലം ഒരു ഒതളങ്ങ വെള്ളത്തിൽ മുക്കി പൊക്കുന്ന പോലെയല്ല, മറിച്ച് സ്വർഗം നിന്റെ തലയ്ക്ക് മീതെ തുറക്കപ്പെടുന്ന മഹനീയമായ ശുശ്രൂഷയാണ് സ്നാനം. സ്നാനപ്പെട്ടവരോട് ഞാൻ സ്നാനപ്പെടാത്തവരാരും കൈപോക്കണ്ട. സ്നാനപ്പെട്ടവർ ഓർത്തോണം. എന്താണ് സ്നാനം? എന്താ? ഹല്ലേലൂയ. ദൈവത്തിന്റെ കൽപ്പന, ദൈവത്തിന്റെ നീതി, ദൈവത്തിന്റെ ആലോചന നമ്മുടെ ജീവിതത്തെ സമർപ്പിക്കുവാൻ സ്നാനജലത്തിലേക്ക് വിശ്വാസത്തോടെ ഇറങ്ങി, പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ഞാൻ നിന്നെ ജലാശയത്തിൽ സ്നാനപ്പെടുത്തുന്നു, ബപ്തിസ്മ ചെയ്യുന്നു എന്ന് പറയുമ്പോൾ ഓർത്തോണം, നിന്റെ തലയ്ക്ക് മീതെ സ്വർഗം തുറന്ന് നിന്നെ അംഗീകരിച്ച ഒരു പകലാണ്. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്?
സ്തോത്രം. അത് കഴിഞ്ഞ് അവസാനം ഒരു കാര്യം പറയുവേ. ഞാൻ 22 വർഷം ബൈബിളിൽ പഠിച്ചുകൊണ്ടും 22 വർഷം കുട്ടികളെ ഇൻ്റർവ്യൂ ചെയ്യുമ്പോൾ ചോദിക്കും കാര്യമുണ്ട്, സ്നാനപ്പെട്ടോ? സ്നാനപ്പെട്ടോ. മലയാളികളെ ഏറ്റവും നല്ല ആൻസർ പറയുന്നു സ്നാനപ്പെട്ടപ്പോൾ ഏറ്റവും അവസാനമായി പറഞ്ഞ വാചകം ഏതാ? 199 പേരും കേട്ടിട്ടില്ല. കേട്ടിട്ടില്ല. എന്തോ ഞാൻ ചോദിക്കാറുണ്ട്, ജോൺ സ്നാനപ്പെട്ട അവസരത്തിൽ ഏറ്റവും അവസാനമായി പറഞ്ഞ വാചകം ഏതാ? സ്നാനജലത്തിലേക്ക് ഇറങ്ങുമ്പോൾ ആ വെപ്രാളം കൊണ്ട് കുറച്ച് വെള്ളവും കുടിച്ചു. ആ മൂക്കിലും ചെവിക്കകത്ത് വെള്ളവും കയറി, കണ്ണിൽ വല്ലതും വെള്ളം കയറി, എങ്ങനെ വെള്ളത്തിൽ പൊങ്ങി വന്നാൽ മതി എന്ന് വിചാരിച്ച് പൊങ്ങി വന്ന് ആരെയും നോക്കാതെ നേരെ നടന്നു പോകുമ്പോൾ സ്നാപകൻ കൈകൊട്ടി പറയാണ്, ജോൺ ഒരു കാര്യം കൂടെ പറയാനുണ്ട്. സ്തോത്രം. കരയ്ക്ക് ചെന്നു ജോൺ. എന്തുവാ അത് പറയുന്നേ? നിങ്ങൾ കേട്ടിട്ടുണ്ടായിരുന്നു? കേട്ടോ? എന്തോ പറഞ്ഞേ? അല്ലേ? എന്തോ പറയുന്നേ? ജീവപര്യന്തം വിശ്വസ്തനായിരിക്ക, എന്നാൽ നിങ്ങൾക്ക് എന്ത് ലഭിക്കും? ജീവകിരീടം. നീ എത്ര വെള്ളം കുടിച്ചാലും അതുകൂടെ കേട്ടേച്ച് പോകാവോ. അതുകൊണ്ട് ചിലർക്ക് ചിന്ത, ഞാനത് കേട്ടില്ല, അതുകൊണ്ട് ഞാൻ ഒന്നുകൂടെ ഒന്ന് സ്നാനപ്പെടത്തില്ല. കേട്ടോ? വേണ്ട, അതൊന്നും വേണ്ട. ഡോക്ടർ KP ഞാൻ പുസ്തകം വായിച്ചപ്പോൾ സ്നാനത്തെക്കുറിച്ച് എഴുതിയിരിക്കുകയാണ് അദ്ദേഹം. എന്താ എഴുതിയറിയാമോ? സ്നാനപ്പെടാത്തൊറ്റ അവയവമേ ഉള്ളൂ, നാക്കാണ്. ചില സ്നാപകർ പറയും മൂക്ക് തപ്പിക്കോണം, വായടച്ചു പിടിച്ചോണം. അപ്പോൾ ശരീരാവയവങ്ങളിൽ സ്നാനപ്പെടാതിരിക്കുന്ന ഒരു അവയവമാണ് നാക്ക്. അതുകൊണ്ട് സ്നാനപ്പെടുന്ന ആളുകൾ എന്ത് ചെയ്യണം? വാ തുറന്ന് നാക്കൂടെ നീട്ടി വേണം സ്നാനപ്പെടാൻ. സ്തോത്രം. ഒരു സ്നാന ക്ലാസ്സിൽ ഞാൻ ഈ ഭാഗം പഠിപ്പിക്കുകയാണ്. മുണ്ടക്കയത്താണ്, പുറത്താനും സ്ഥലത്താണ്. അവിടെ ഒരു അമ്മച്ചി ഉണ്ടായിരുന്നു, 7 വയസ്സുള്ള അമ്മച്ചി, നിഷ്കളങ്കയായ നല്ലൊരു വിശ്വാസം. അതുകൊണ്ട് അവൾ ഈ ക്ലാസ് എല്ലാം പറഞ്ഞു, നാവ് സ്നാനപ്പെടാത്തവരുണ്ടെങ്കിൽ ഈ സ്നാനപ്പെടാൻ നിങ്ങൾ എന്ത് ചെയ്യണം? വാ തുറന്ന് നാവ് കൂടെ നീട്ടി വേണം സ്നാനപ്പെടാൻ. എല്ലാവരും പ്രതീക്ഷ കൊടുത്ത് അമ്മച്ചിയും ചാടി എഴുന്നേറ്റു. ഞാൻ ചോദിച്ചു, അമ്മച്ചി എന്തിനാ എഴുന്നേറ്റ? ഭാഷ പറഞ്ഞ പോലെ ഞാൻ സ്നാനപ്പെട്ടപ്പോൾ അത് വായ അടച്ചു പിടിച്ചിരുന്ന്, അതുകൊണ്ട് എനിക്ക് വലിയ നാക്കൊന്നും നീട്ടി നമ്മൾ സാരമില്ല. ഇത് പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. ആരും വെള്ളത്തിൽ ഈ അഭ്യാസമൊന്നും കാണിക്കരുത്. വായൊക്കെ പൂട്ടി അടച്ചോണം. അതൊരു സിംബോളിക്കാണ് ഞാൻ പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. സ്നാനം വിലയേറിയതാണ്. ഏഴംകുളം സാൻകുട്ടിയുടെ പാളം തെറ്റി തീവണ്ടി വായിക്കുമ്പോൾ ഉണർന്ന കാലത്ത് ഒരു അമ്മച്ചി സ്നാനപ്പെട്ടു. പാരമ്പര്യ വിശ്വാസിയായ ഒരു അമ്മച്ചിയാണ്. അമ്മച്ചി സ്നാനമേറ്റ കാര്യം അപ്പച്ചൻ അറിഞ്ഞു. സ്നാനപ്പെട്ട് അമ്മച്ചി വരുമ്പോൾ ഒരു വലിയ കൊടുവാളുമായിട്ട് നിൽക്കുക. ആര്? അപ്പച്ചൻ അരിവാളുമായിട്ട്. നീ എവിടെ പോയി? പെന്തിക്കോസ്താടെ യോഗത്തിന് പോയി. നീ അവിടെ എന്ത് ചെയ്തു? സ്നാനപ്പെട്ടു. അപ്പച്ചൻ ഭദ്രകാളിയെ പോലെ നിൽക്കുക. അവസാനം അപ്പച്ചൻ ഒന്ന് തണുത്തു. ദേഹവും ശരീരമൊക്കെ ഒന്ന് തണുത്തിട്ട് പറഞ്ഞു, ഒരു കാര്യം ഞാൻ നിന്നോട് പറഞ്ഞേക്കാം. അമ്മ ചോദിച്ചു, എന്തോ അച്ഛൻ എന്താ പറയുന്നു? ഒറ്റ കാര്യമേ ഈ സമയം നിന്നോട് പറയാനുള്ളൂ. ഇനി മേലാൽ എൻ്റെ അനുവാദം കൂടാതെ സ്നാനപ്പെടാൻ പോകരുത്. ഇതേ പാടില്ല. മേലാൽ എൻ്റെ അനുവാദം കൂടാതെ സ്നാനപ്പെടാൻ പോകരുത്. കയ്യെ പിടിച്ചിട്ട് പറഞ്ഞു, പൊന്നച്ചായോ, നീ അച്ചായനെ അനുവാദം കൂടാതെ ഞാൻ സ്നാനപ്പെടാൻ പോകുകയില്ല. അമ്മയുടെ ഉള്ളത്തിലറിയാം സ്നാനം ഒന്നേ ഉള്ളൂ. ആ സ്നാനം വെള്ളത്തിൽ ഓതളങ്ങ മുക്കി പൊക്കുന്നത് പോലെയല്ല, മറിച്ച് സമർപ്പിക്കപ്പെട്ട നിന്റെ സ്നാനത്തിന്മേൽ സ്വർഗം തുറന്ന് നിന്റെ മേൽ പ്രസാദിക്കുന്ന മഹനീയമായ ശുശ്രൂഷയാണ് സ്നാനം. സമർപ്പിക്കാം, പ്രാർത്ഥിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.